MGMന്റെ ജില്ലാ സംഗമം സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. ഞാനതിന് ഈ നേതൃത്വത്തെ മാത്രമല്ല, KNMന്റെ ഒരു സംസ്ഥാന പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഈ സദസ്സിലുള്ള ഓരോരുത്തരെയും, അത് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരെ ഏറ്റവും കൂടുതലായും കലവറയില്ലാതെ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇത് ദീനാണല്ലോ, നമുക്കിത് ദീനാ. നമ്മൾ പറയാറില്ലേ, സാധാരണ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് പോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എന്നൊക്കെ. അതൊരു വെറും വാക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്ത് സംഗതിയും സ്ഥിരമായി പറഞ്ഞു കേൾക്കുമ്പോൾ, ഒരു സംഗതി പതിവായി നമുക്ക് പരിചയിച്ചു വരുമ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള ഒരർത്ഥം ചോർന്നു പോവുക സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയല്ല. എന്തൊരു സന്തോഷമായിരിക്കും സ്വർഗത്തിൽ ഈ സദസ്സിലുള്ളവർ, അവരുമായി ബന്ധപ്പെട്ടവർ. ഇത് സ്ത്രീകളുടെ സദസ്സാ. പ്രത്യേകിച്ചും നേതാക്കളായ KNMന്റെ ആളുകൾ ഉണ്ടാവുക ഇത്തരം സദസ്സുകളിൽ സ്വാഭാവികമാണ് താനും, അത് വേണ്ടതുമാണ്. പക്ഷെ നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, നമുക്കിഷ്ടമുള്ളവർ, നമ്മെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ വരിക എന്ന് പറയുന്നത് ഖുർആനികമായ ഒരാശയമാണ്. നമ്മളായിട്ട് പറയുന്നതല്ല, ഖുർആൻ മുന്നോട്ട് വെച്ച ഒരാശയമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്കിതിന് മുന്നുപാധിയായി വേണ്ടത്, ഈ ഒരു ശ്രമത്തിൽ, ഈ ഒരു കഠിനാധ്വാനത്തിൽ നാം ആദ്യം മുതൽ മുടക്കേണ്ടത് വിശ്വാസരംഗത്താണ്. ഒരുപക്ഷെ MGMന്റെ സംഗമത്തിൽ ഒത്തുകൂടിയ ആളുകളോട് വിശുദ്ധ ഖുർആനിന്റെ ആദർശം എന്തെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല എന്നാണ് വിനീതമായ വിചാരം. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളുടേതാണ് കേട്ടോ. ഒരുപാട് അറബിക് കോളേജുകൾ, ഒരുപാട് ഉന്നത കലാലയങ്ങൾ. ഞാൻ തീർത്തും തറപ്പിച്ചും പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിലല്ല പണം. പണമുള്ളത് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സഹോദര മതസംഘടനകളുടെ കയ്യിലാണ്. അത് തികച്ചും ന്യായവുമാണ്. കാരണം അവരാണ് കൂടുതൽ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകും എന്നത് നേർക്കുനേരെ നമുക്കറിയാവുന്ന വസ്തുത. പക്ഷെ ഈ പണമൊക്കെ ഇവർ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെല്ലാം, അവരുടെ അറബിക് കോളേജുകളാകട്ടെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതോ മറ്റുള്ളവരിൽ കൗതുകമുണർത്തുന്നതോ ഒരുപക്ഷെ അവരിൽ അമ്പരപ്പുളവാക്കുന്നതോ ആയ പ്രകടനശേഷിയുള്ള ആളുകൾ. ഭാഷയിലോ മറ്റ് മേഖലകളിലൊക്കെ ഞങ്ങൾ വക്കീലന്മാരെ ഇറക്കുന്നു, ലോ കോളേജ്, നിയമസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വെറും ഒരു അറബിക് കോളേജ് ഒന്നുമല്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജും അല്ല, ഗവേഷണ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഡോക്ടർമാര്, അഡ്വക്കേറ്റ്സിന്, അതുപോലെ ഒത്തിരി ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളവരെ എല്ലാ വർഷവും പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ലാതിരുന്ന ആളുകളിൽ മൂടുറച്ചു പോയ ശിർക്കിന്റെ സ്വാധീനം മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസം ഉള്ളവരിലേക്ക് കൂടി സാംക്രമിക രോഗം എന്ന നിലയിൽ പടർന്ന് വലുതാകുന്നു എന്നാണ്. മുവഹിദുകളല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹത്തായ ആദർശത്തെ സ്വീകരിക്കുവാൻ ഇനിയും മനസ്സ് പാകപ്പെട്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരേത് പദവിയിലെത്തുന്നു എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രശ്നമല്ല. അവരേത് വിദ്യാഭ്യാസം കൈവരിക്കുന്നു എന്നത്, അവരെവിടെയെങ്കിലും ശാസ്ത്രജ്ഞന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന കലാലയങ്ങളിലെ പ്രൊഫസർമാരായിരിക്കാം, അവർ PhD ബിരുദമുള്ളവരായിരിക്കാം, അവർ വലിയ എഴുത്തുകാരോ പ്രഭാഷകരോ ആയിരിക്കാം. ലോകം മുഴുവൻ
അറിയപ്പെട്ടവർ വരെയാകാം, ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാകാം. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണ് അതിന്റെ വില? ഞാൻ ആളെ പറയുകയല്ല, കാര്യം പറയുകയാണ്. ഒരു വിഷയത്തിന്റെ ഗൗരവം എന്ത് എന്ന് പഠിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു സ്ഥാപനത്തെ പരാമർശിക്കുന്നതിലൊന്നും അർത്ഥമില്ല, അതിന്റെ ആവശ്യവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ പണമുണ്ട്, അയാൾ കുറെ ധർമ്മം ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനസ്സിൽ ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്താണോ അത് ശരിയാം വിധം മനസ്സിലാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ലാത്തവർ വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. അവർ ഒരുപാട് മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഒരുപാട് കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അക്കാഡമികൾ സ്ഥാപിച്ച് നടത്തുന്നു. നിങ്ങൾ പറയണം, എന്താ ഈ അക്കാഡമികൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വില? എന്താ ഈ അറബി കോളേജിന് അള്ളാഹുവിന്റെ മുമ്പിലുള്ള സ്ഥാനം? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന്റെ പിറകിൽ അതിന്റെ പ്രചോദനമായി വർത്തിക്കുന്ന വികാരവും വിശ്വാസവും ആദർശവും എന്ത് എന്നതുകൂടി പ്രധാനമല്ലേ? അപ്പോ നമ്മുടെ സകല ശക്തിയും സമസ്ത സൗകര്യങ്ങളും സർവത്ര സ്വാധീനവും ഉപയോഗിച്ച് നാം ഇനി മേലിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന വിദ്യാഭ്യാസത്തിന്റെ കൂടി ശക്തി ആർജിച്ചുകൊണ്ട് നാം ശിർക്കിനെ പ്രചരിപ്പിക്കുന്നതായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ, അതാണ് പറയാത്തതും നടത്താത്തതുമായ വിളംബരത്തിന്റെ ധ്വനിയെങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല, അതിൽ യാതൊരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ. എത്രയോ ചെറിയ, വളരെ തുച്ഛം, എണ്ണിയെടുക്കാനേ ഉള്ളൂ ആളുകൾ, എണ്ണി പറയാനേ ഉള്ളൂ ഈ ആൾക്കൂട്ടം. ആയിക്കോട്ടെ, അങ്ങനെ തുച്ഛം ആളുകൾ എത്രയോ ഉണ്ട്. ഗലബത് ഫിഅതൻ കസീറ, ആളെണ്ണം കൊണ്ട് സമ്പന്നമായ ആൾക്കൂട്ടങ്ങളെ കവച്ചു വെക്കാൻ, തോൽപ്പിക്കുവാൻ എന്ന് ഖുർആൻ പറയുന്നത് പണത്തിന്റെ ബലത്തിലല്ല, കയ്യൂക്കും കരുത്തുമല്ല, സ്ഥാപനങ്ങളുടെ ശക്തിയല്ല, അതിന്റെ ആധിക്യമല്ല, എത്ര പത്രങ്ങൾ അവർക്കുണ്ട്, എത്ര മീഡിയ അവർക്കുണ്ട് എന്ന് നോക്കിയല്ല. അള്ളാഹ് പറഞ്ഞത് ആദർശത്തിന്റെ ശക്തി നോക്കിയാണ്. എനിക്ക് തോന്നുകയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരും ആ വിദ്യാഭ്യാസ പ്രബുദ്ധതയിൽ ഏറെ മുന്നോട്ട് പോയവരുമാണ്. ഒരുപക്ഷെ മറ്റു ചില ആളുകൾക്ക് കുശുമ്പ് ഉണ്ടാകാനും അസൂയ തോന്നാനും വരെയൊക്കെ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ കുതിപ്പ് കാരണമായിട്ടുമുണ്ട്. പക്ഷേ ഈ കുതിപ്പിന്റെ പിറകിൽ നമ്മൾ അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് KNM, ഇസ്ലാഹി പ്രസ്ഥാനം. ഏത് നിലക്കുള്ള മുന്നേറ്റത്തെയും ഈ പ്രസ്ഥാനം അംഗീകരിക്കും, അഭിനന്ദിക്കും. പക്ഷെ അതിന്റെ ഒക്കെ പിറകിൽ കുറച്ചുകൂടി പണ്ട് നടത്തിയിരുന്നതിനേക്കാൾ ആസൂത്രിതമായും ടെക്നോളജി ഉപയോഗിച്ചും പുതിയ പുതിയ മാധ്യമ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിയും നാം ശിർക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ശിർക്ക് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണെങ്കിൽ അതിനർത്ഥമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ. സംസാരത്തിന് കട്ടി കൂടുണ്ടോ? എനിക്ക് തന്നെ ഒരു സംശയം ആണോ? കട്ടി കൂടണ്ട് എന്നൊന്ന് പറയണേ, കൂടിയാല് ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ അതാ നടക്കുന്നത്. അതിനിടയ്ക്ക് ഈ സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന് മലയാളത്തിൽ ഒരു കവിതാശകലമുണ്ട്. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ണെത്താ ദൂരത്തേക്ക് കടലിൽ പോയാലത്തെ സ്ഥിതിയാ. കണ്ണെത്താ ദൂരത്ത് ഒരാളെയും കാണാൻ പറ്റില്ല, പക്ഷേ കയറി നിൽക്കാൻ, നമുക്ക് തോണി അടുപ്പിക്കാൻ ഒരു കൊച്ചു തുരുത്തുണ്ടെന്ന് വന്നാൽ, കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടത്ത് ഒരു ചെറിയ മെഴുകുതിരി വെട്ടം ഉണ്ടെന്ന് വരികിൽ തീർച്ചയായും അതൊരു വലിയ സന്തോഷം, ഒരു വലിയ ആശ്വാസമാണ് എന്നതുപോലെ തീർച്ചയായും നമ്മൾ ഈ ലോകത്ത് എത്ര കുറഞ്ഞോട്ടെ, ആ കുറവിന്റെ ബലത്തിൽ, ആ കുറവിന്റെ പിറകിൽ എന്താണോ കാരണം, ആ തൗഹീദിന്റെ കരുത്തിൽ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ഈ MGM-ന്റെ കൂട്ടായ്മയും പാത്രീഭൂതമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്.
നിങ്ങൾക്കറിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോ MGM കുറേ ഏതാണ്ട് ഒരു 2 ദശാബ്ദങ്ങൾക്കപ്പുറമുള്ള ഒരു MGMന്റെ നിലയിലുമല്ല. ആണുങ്ങളെക്കാളൊക്കെ ഖുർആൻ പഠിക്കാനും ഇസ്ലാം പഠിക്കാനും അങ്ങനെ വീടിനെ നിയന്ത്രിച്ച് നിർത്താനും ഭർത്താവിന് നിസ്കാരം ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കാനും മക്കൾക്ക് മതമില്ലെങ്കിൽ ആ മതം അവരിൽ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിയുന്ന MGMന്റെ നേതാക്കൾ മാത്രമല്ല, MGMന്റെ ആദർശവുമായി ഒട്ടി നിൽക്കുന്ന കുടുംബിനികൾ ധാരാളമുള്ള ഒരു പ്രസ്ഥാനമാണ് MGM. കുടുംബിനികൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നോർത്ത് ജില്ലാ പരിപാടിയിൽ വെച്ച് ഒരുപാട് വിസ്തരിച്ച് പറയേണ്ടതില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റഅസുൽ അംരി അൽ ഇസ്ലാം. ഈ ലോകത്ത് എത്രയോ കാര്യങ്ങളുണ്ട്, ലോകത്ത് എത്രയോ കാഴ്ചപ്പാടുകളുണ്ട്, പക്ഷേ ഇസ്ലാമാണ് അതിൻ്റെ തല എന്ന് പറഞ്ഞു. റഅസുൽ അംരി അൽ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ തലപ്പെന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൗലികമായ ആശയം എന്താണ്, അതിൻ്റെ നിലപാട് തറ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തൗഹീദാണ്. യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തറപ്പിച്ചൊന്ന് ഈ ലോകത്തോട് സമൂഹത്തോടൊന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാധാരണ നിലയ്ക്ക് ഏതെങ്കിലും ഇതെല്ലാം ഞാൻ ആത്മാർത്ഥമായി തന്നെ നിങ്ങളോട് പറയാം, ഇത് നിങ്ങളെ സുഖിപ്പിക്കാൻ പറയുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പുറത്തു നിന്ന് പൊതുസമൂഹത്തിലെ ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞാലുള്ള അർത്ഥമല്ല MGMന്റെ ഒരു സഹോദരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനുള്ളത്. ചെറുപ്പം മുതൽക്കേ മദ്രസയിലെ പഠനത്തിന്റെ ഭാഗമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ മാത്രമല്ല പഠിച്ചത്, ഈ കേരളത്തിലെ എല്ലാ മുസ്ലിം കുടുംബങ്ങളിലെയും മിക്കവാറും സഹോദരിമാരും പഠിച്ചിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയാത്തവരോ പഠിക്കാത്തവരോ ആരുമില്ല. പക്ഷേ എന്തേ ഇത് വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിങ്ങനെ മരണസമയത്ത് ചൊല്ലിക്കൊടുത്താൽ സ്വർഗത്തിലേക്ക് ഒരു താക്കോലായി തീരുന്ന വിശിഷ്ട മന്ത്രമാണ് എന്ന് കരുതിയ ആളുകളുണ്ട്. അമ്മേ അമ്മേ എന്നിങ്ങനെ വിളിച്ചിട്ട് ധർമ്മം എന്ന് പറയുന്ന അർത്ഥമാണ് ഉമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഏതെങ്കിലും വിശിഷ്ട മാസങ്ങൾ, റമദാൻ പോലത്തെ വിശിഷ്ട മാസം നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്ന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭാവനയോ സ്വതക്കയോ കിട്ടാൻ വേണ്ടി തലയിൽ തട്ടമിട്ട ഒരു സ്ത്രീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും തരണേ എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അവര് മനസ്സിലാക്കിയ അർത്ഥം അതാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം എന്താ? അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവില്ല. അത് റുബൂബിയ്യത്തിലെ തൗഹീദാ. റുബൂബിയ്യത്തിന്റെ തൗഹീദ്, അത്തൗഹീദു ഫിർ റുബൂബിയ്യ. അള്ളാഹുവിനെ പോലെ അവന്റെ നാമങ്ങളിലോ ഗുണവിശേഷങ്ങളിലോ അവന്റെ ശക്തി കഴിവുകളിലോ അവന് തുല്യമോ സമാനമോ ആയിട്ട് ഈ ലോകത്താരുമില്ല. അള്ളാഹു തന്നെയും ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ, അവൻ ആദ്യമേ ഉള്ളവനാണ്. അള്ളാഹു ആദ്യമേ ഉണ്ട്. സ്വയംഭൂ എന്ന് പോലും അത് സംസ്കൃതമാണ് പദം. പക്ഷെ ആ സംസ്കൃത പദത്തിന്റെ അർത്ഥം നമ്മുടെ തൗഹീദുമായി പൊരുത്തപ്പെടില്ല എന്നാണ് എന്റെ വിശ്വാസം. സ്വയംഭൂ അല്ല അള്ളാഹു. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഭൂ എന്ന് പറഞ്ഞാൽ ഉണ്ടായവൻ. അപ്പൊ സ്വയംഭൂ, അള്ളാഹു ഉണ്ടായവനാണോ? ഉണ്ടായവനാണോ? അല്ല, അള്ളാഹു നേരത്തെ ഉണ്ട്. അള്ളാഹു സ്വയം ഉണ്ടായവനല്ല, അള്ളാഹു നേരത്തെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായവനല്ല, അള്ളാഹു നേരത്തെ ഉണ്ട്. വല്ലാഹിർ, അവനാണ് അവസാനവും ഉള്ളവൻ, എന്നും എന്നും എക്കാലത്തും ഉണ്ടായിരിക്കുന്നവൻ. അവനാണ് പ്രത്യക്ഷനായവൻ, അവനാണ് പരോക്ഷനായവൻ. ഇത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, സദാ ജീവനോടെ ഇരിക്കുന്നവൻ, സദാ ജീവനോടെ ഇരിക്കുന്നവൻ. ലോകത്ത് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ? ഏതെങ്കിലും ഒരു ശക്തിവിശേഷത്തെക്കുറിച്ചോ ഒരു വ്യക്തിവിശേഷത്തെക്കുറിച്ചോ പറയുമ്പോൾ അത് അൽ ഹയ്യ്, അതിന് ഹയാത്തുണ്ട്, എപ്പോഴും ഹയാത്തുണ്ട്, എന്നും ഹയാത്തുണ്ട്. ഇനി വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഈ ലോകം മുഴുവൻ നശിച്ചാലും അള്ളാഹുവിന് മാത്രം ഹയാത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവൻ നിലനിൽക്കുന്ന ആ ഹയാത്ത് എന്ന ഗുണം അള്ളാഹുവിന് മാത്രം നിലനിൽക്കും എക്കാലത്തും.
അൽ ഖയ്യൂം. നമ്മളും ആദം നബിയും ഒക്കെ ജനിക്കുന്നതിന് മുൻപ് ഒരു ലോകമുണ്ട്. അവസാനം വന്ന അതിഥിയ. ഈ ലോകത്ത് ഏറ്റവും ഒടുവിൽ സൃഷ്ടിക്കപ്പെട്ടവനാ മനുഷ്യൻ. അതാണ് ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന ഒരുപാട് നശിച്ചു പോയവ ഉൾപ്പെടുന്ന ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ജന്തുജാലങ്ങളും കൃമി കീടങ്ങളും എല്ലാം ഉണ്ട്. കണ്ണിൽ പെടുന്നതും പെടാത്തവയും ഒക്കെ ഉണ്ട്. ഈ മഹാപ്രപഞ്ചം ഉണ്ടല്ലോ, ഈ മഹാപ്രപഞ്ചത്തെ അൽ ഖയ്യൂം എക്കാലത്തും നിയന്ത്രിച്ചു കൊണ്ടിരുന്നവൻ അവനാണ്. പിന്നെ മനുഷ്യൻ വന്നു, മനുഷ്യരെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ ലോകത്തുള്ള എല്ലാത്തിനെയും ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഒരു തൂങ്ങിയുറക്കം വലാ നൗം. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ട്ടാ. ഞാൻ പക്ഷെ അവരെ വിളിക്കില്ല. വലാ നൗമുൻ, ഉറക്കമോ മയക്കമോ ഉറക്കമോ ബാധിക്കാത്തവൻ. ലോകത്ത് ഏതെങ്കിലും ഒരു ജീവി ഉണ്ടോ അങ്ങനെ? നീലത്തിമിംഗലം ഉറങ്ങും, കാട്ടുപോത്തുറങ്ങും, ആന ഉറങ്ങും, കൃമി കീടങ്ങൾക്ക് പോലും വിശ്രമത്തിന്റെ സമയമുണ്ട്. ഉറുമ്പും കൊതുകും ഉറങ്ങും. വെറുതെ പറയുന്നതല്ല, എല്ലാത്തിനും ഉറക്കമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് നാം കരുതുന്നതൊക്കെ ഉറങ്ങും. എന്നാൽ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ഇല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ ഉള്ളതൊക്കെയും അവന്റെ ഉടമസ്ഥാധികാരത്തിന് കീഴിലാണ്. അവൻ്റെതാണ് അതിന്റെ മിൽക്കിയത്ത്, അതിന്റെ ഓണർഷിപ്പ്, അതിന്റെ അധീശത്വം, അതിന്റെ അധികാരങ്ങൾ സർവ്വതും അവന് മാത്രം അവകാശപ്പെട്ടതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ഇതിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിനെ പൊലിപ്പിച്ച് പറഞ്ഞിട്ടും ആ മഹത്ശക്തിയുടെ സകല ശക്തിയും വിശേഷണങ്ങളും നമ്മളെ മനുഷ്യരെ പഠിപ്പിച്ചതിന് ശേഷം മൻ, ഇനി പറയും നിങ്ങൾ തൗഹീദ് പറഞ്ഞിട്ട് ഇത് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ബുദ്ധിയുള്ളവർ ഇരുന്ന് ആലോചിച്ചാൽ മതിയാകും. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ഇനിയും അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോ ശുപാർശ പറഞ്ഞിട്ടും കിട്ടിയിട്ടും രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കുന്നവന്റെ സ്ഥിതി, ആ സ്ഥിതിയെയാണ്, അവന്റെ മനോഭാവത്തെയാണ്, അവന്റെ തെറ്റായ ധാരണയെയാണ് ഖുർആൻ ആ ആയത്തിൽ പോലും ചോദ്യം ചെയ്യുന്നത്. അവന്റെ അനുവാദമില്ലാതെ ആർക്കാ ശുപാർശ ചെയ്യാൻ കഴിയുക? ശുപാർശ ചെയ്യുന്നവന് അള്ളാഹുവിന്റെ അനുമതി വേണം. ശുപാർശ ചെയ്യപ്പെടേണ്ടത് ആർക്ക് വേണ്ടി? അതിന് അള്ളാഹുവിന്റെ സമ്മതം ആവശ്യമുണ്ട്. ആർക്ക് വേണ്ടി ചെയ്യണം ശുപാർശ? അത് അള്ളാഹ് പറയണം. നീ ശുപാർശ ചെയ്തോളൂ എന്നൊരാളെ നോക്കിയിട്ട് നിനക്ക് ശുപാർശ ചെയ്യാം. അതെന്തിനാ? അയാളെ ബഹുമാനിക്കുവാൻ. ഒരുപാട് മനുഷ്യരുടെ ജനസഞ്ചയത്തിന്റെ മുമ്പിൽ വെച്ച് ഒരാളെ ആദരിക്കുവാൻ വേണ്ടി നമുക്ക് തോന്നിയാൽ നമ്മൾ ചിലത് ചെയ്യാറില്ലേ? അതിനേക്കാൾ വലുതാണ് പരലോകത്ത് എല്ലാവരും നിസ്സഹായാവസ്ഥയിൽ കഴിയാൻ വിധിക്കപ്പെട്ട നേരത്ത് നിനക്ക് ശുപാർശ പറയാൻ അധികാരമുണ്ട്. നീ ആർക്ക് വേണ്ടി ശുപാർശ പറയണം? ഇയാൾക്ക് വേണ്ടി ശുപാർശ പറയണം. അപ്പൊ അയാൾ ആദരിക്കപ്പെടുകയും ഇയാൾ മാപ്പിന് അർഹത നേടുകയും ചെയ്തിരിക്കുന്നു. ഇത് അവിടെ നടക്കുന്ന ഏർപ്പാട്. അതല്ലാതെ നിരുപാധികമായി കുറെ ആളുകൾ ശുപാർശക്കാരുണ്ട്, ശുപാർശക്കാര്, ഔലിയാക്കള്, ശുപാർശക്കാർ, നമ്മളങ്ങ് തീരുമാനിച്ച് അതങ്ങോട്ട് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒന്നില്ല. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വന്നത്, വരാനിരിക്കുന്നത്, ഇനി വരുമെന്ന് കരുതുന്നത്. ഒരുപക്ഷെ നമ്മൾ ആരും ജീവിച്ചിരിപ്പില്ലാത്ത കാലത്ത് ഈ AI ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ യുഗത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണോ ഈ ലോകത്ത് വിരിയാനും വിടരാനും പോകുന്നത്. ആ മഹാത്ഭുതങ്ങളെ എല്ലാം അറിയുന്നവൻ അള്ളാഹു. എല്ലാം അറിയുന്നവന് പറയുന്ന പേര് കൂടിയാണ് കേട്ടോ അള്ളാഹു, റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് എല്ലാം അറിയുന്നവന് പരിശുദ്ധ ഖുർആൻ പതിച്ചു നൽകിയതോ അവകാശപ്പെട്ടതോ ആയ പേരാണ്. അതാ. ഇനി നോക്കൂ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താ ചോദിച്ചാ പറയൂലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? പറയൂ. ഞാൻ അത്ഭുതപ്പെടുകയാണ് സക്കരിയ. ഈ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനായിട്ട് ആരുമില്ല എന്നത് പോലും വേറെ ഒരു സദസ്സിൽ, എല്ലാ സദസ്സും എന്ന് ഞാൻ പറയുന്നില്ല, വേറെ ഒരു സദസ്സിൽ ഈ വിധത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ
നടനം ചെയ്യുന്ന ഒരു സ്ഥിരമായ ആദർശവാക്യമായി കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അള്ളാഹു എന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു അത്ഭുതമാണിത്. സത്യത്തിൽ മറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊരു സങ്കടമാണത്, എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു സങ്കടമാണത്. ഇത് ആശയം കൊണ്ട്, ആദർശം കൊണ്ട് ശക്തി പിടിപ്പിച്ച, ആദർശം കൊണ്ട് തേച്ച് മിനുക്കി വെളുപ്പിച്ച അങ്ങനത്തെ മനസ്സാ നമുക്കുള്ളത്. നമ്മുടെ തൗഹീദ് എന്ന് പറയുന്നത് വീട്ടിൽ സ്ഥിരമായി മരണം നടക്കുകയോ, നമ്മുടെ മക്കൾ ആക്സിഡന്റിൽ മരിക്കുകയോ, നമ്മുടെ ഭർത്താവ് അവിചാരിതമായി പിരിയുകയോ ഒക്കെ ചെയ്താൽ, നമുക്ക് അപ്രതീക്ഷിതമായി കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുകയോ, ഭർത്താവിൻ്റെയോ മക്കളുടെയോ ആങ്ങളമാരുടെയോ ജോലി വിദേശത്ത് ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് നഷ്ടപ്പെടുകയോ ചെയ്താലും നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കുലുക്കവും വരാത്തത് ഈ ആശയം മനസ്സിലുറച്ചത് കൊണ്ടാ. നിസ്സാര കാര്യമല്ല. ഈ ലോകത്ത് ജാറങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ദർഗകൾ ഇല്ലാഞ്ഞിട്ടല്ല, മക്കാമുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ചന്ദനക്കുടങ്ങൾ നടക്കാഞ്ഞിട്ടല്ല, ഉറൂസുകൾ അരങ്ങേറാത്തത് കൊണ്ടല്ല. അവിടേക്കൊന്നും പോയാൽ പരിഹരിക്കപ്പെടാവതല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരേ ഒരു മുഖം, അത് അള്ളാഹു പഠിപ്പിച്ച തൗഹീദിന്റെ മുഖമാണ്. കൈ, കാല്, കണ്ണ്, കാത്, കൽബുകൾക്കൊക്കെ, മനുഷ്യ ശരീരത്തിന്റെ ആന്തരാവയവങ്ങൾക്ക്, മനുഷ്യനുമായി ബന്ധപ്പെട്ട സമസ്ത വിഷയങ്ങളിലും മേഖലകളിലും ഓരോരോ പരീക്ഷണങ്ങൾ വരുത്തും. ചിലത് ചെറുത്, ചിലത് വലുത്. അങ്ങനെ ചെറുതും വലുതുമായി വരുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ആശ്രയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അഭ്യർത്ഥിക്കുവാൻ, നമ്മുടെ മനസ്സ് പങ്കുവെക്കുവാൻ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞുണർത്താൻ ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ, ദുആ ചെയ്യാൻ അർഹതപ്പെട്ടവൻ, അതുവഴി ഇബാദത്തിന് അർഹതപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് പറയുമ്പോ ശരിക്കത് നിഷേധമാണ്. ലാ ഇലാഹ, ലോകത്ത് ഒരു ദൈവവുമില്ല. ദ്യോവ് എന്നത് ഒരു സംസ്കൃത പദമാണ് കേട്ടോ. ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം, സ്വർഗസ്ഥൻ, അതായത് സ്വർഗത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയാം. ആ ദൈവം ലാ ഇലാഹ, ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമല്ല, ശരിക്കും അറബിയുടെ മലയാള പൊരുൾ പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവനായി, ആരാധിക്കപ്പെടുന്നവരായിട്ടല്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരായിട്ട് ആരുമില്ല. ലോകത്ത് ആരാധ്യരില്ല. ഇല്ലേ? ഇല്ല. ഇല്ലല്ലാ, അള്ളാഹു മാത്രം അല്ലാതെ, അള്ളാഹു മാത്രമേ ഉള്ളൂ. ഈ അള്ളാഹു ഒരു മനുഷ്യന്റെ ഒരു തറവാട്ട് ദൈവമല്ല, കുറെ ആളുകളുടെ ഒരു സാമുദായിക ദൈവമല്ല, ഒരു ഗോത്ര ദൈവമല്ല, ഒരു രാജ്യത്തിന്റെ ദൈവമല്ല, അങ്ങനെ ഒന്നുമല്ല. ഇത് ഒരു പാരമ്പര്യ വിശ്വാസത്തിന്റെ ബാക്കിയായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ദൈവസങ്കല്പവുമല്ല. ഇതിനൊന്നും പാരമ്പര്യമൊന്നുമില്ല. പിതുരാരാധന ഉണ്ടായിരുന്നു ലോകത്ത്. പിതുരാരാധന എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കളെ ആരാധിക്കന്നെ. മരിച്ചുപോയ മാതാപിതാക്കളെ തറകെട്ടിക്കൊടുത്ത് അവർക്ക് വിളക്ക് വെച്ച് സന്ധ്യാസമയത്ത് പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. പണ്ട് അവർക്ക് ആരാധന തന്നെ ചെയ്തിരുന്നവരുണ്ട്. ചെകുത്താൻ പൂജയുണ്ടല്ലോ, അതാണ് ചാത്തൻ സേവ എന്ന് പറയുന്നത്. ചെകുത്താൻ പൂജ, ചാത്തൻ സേവ. അപ്പൊ ചാത്തൻ സേവാ മഠങ്ങൾ തമ്മിലൊക്കെ മത്സരമുണ്ട് കേട്ടോ. ഈ സാക്ഷാൽ ചാത്തൻ സേവാ മഠത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം. അപ്പോൾ ഇനി അവിടേക്ക് ആളുകൾ കൂടുതൽ പോയി പണം അവിടെ കൂടിയെങ്കിലോ എന്ന് പേടിച്ചിട്ട് അതിൻ്റെ തന്നെ അത് നടത്തുന്ന ആ മഠത്തിന്റെ അധിപന്റെ സഹോദരൻ തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ മനോഹരമായ ഒരു സൗധം പണിതീർത്ത് അവിടെ വലിയൊരു ബോർഡ് വെക്കും. അതല്ല യഥാർത്ഥ ചാത്തൻ സേവാ മഠത്തിലേക്കുള്ള വഴി. അങ്ങനെ ദൈവങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഈ കാലത്ത് ഒരു ദൈവത്തിന് വേണ്ടിയും അടിയറ വെക്കാത്ത ഹൃദയവും മനസ്സുമായി, ഒരാൾക്കും പങ്കുവെക്കാത്ത പ്രാർത്ഥനയുമായി കുറേ മനുഷ്യർ, അത് തന്നെ ഈ ലോകത്തിന് ജന്മം നൽകിയ മാതാക്കളും സഹോദരിമാരും യഥാർത്ഥത്തിൽ ഈ ലോകത്തുണ്ടാവുക എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം ഇല്ല പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടുമില്ല. ഏറ്റവും വലിയ അനുഗ്രഹം സഹോദരിമാരുടെ മനസ്സിൽ ഈ മഹാ ആശയ പ്രപഞ്ചം രൂപപ്പെടുക എന്നതാണ്. അതിലപ്പുറമൊന്നുമില്ല. നമുക്ക് ഒരുപാട് പള്ളികളൊന്നും വേണമെന്നില്ല, ഒരുപാട് അറബി കോളേജുകൾ പണിയണമെന്നില്ല, ഒരുപാട് മതസ്ഥാപനങ്ങൾ വേണമെന്നില്ല. ഇത് വലിയ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. എപ്പോഴാ? മനസ്സിൽ ബോധ്യപ്പെടാത്തൊരു കാര്യം പറയാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ ഉറക്കാത്ത ഒരു ആശയം ആളുകളോട് പറയാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ ഉറച്ച് നമുക്ക് വിശ്വാസബോധ്യം വന്ന ഒരു കാര്യം അത് ഈ ലോകത്തോട് പറയണം. തുഫ്ലിഹു, നിങ്ങൾ ജയിക്കും. റസൂലുള്ളാഹി പറയാ, തുഫ്ലിഹു, നിങ്ങൾ ജയിക്കും. നിങ്ങൾ ആത്യന്തികമായ ജയം നിങ്ങൾക്കായിരിക്കും.
ഈ ദുനിയാവിലും നിങ്ങൾ ജയിക്കും, പരലോകത്തും നിങ്ങൾ തന്നെ ജയിക്കും. വതംലികു ബിഹൽ അറബ്, അറബി സംസാരിക്കുന്നവരായിട്ട്, അറബ് വംശജരായിട്ട് ലോകത്ത് ഒരുപാടുണ്ടല്ലോ ആളുകൾ. എങ്കിൽ ആ അറബികളുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഴി പറ്റും. വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു വചനം എന്ന നിലയ്ക്കല്ല, മനസ്സിനെ കീഴടക്കുന്ന ഒരാശയമാണിതെങ്കിൽ, ജാറങ്ങളെ തകിടം മറിക്കുന്ന, ദർഗകളെ തോൽപ്പിക്കാൻ കരുത്തുള്ള, ഔലിയാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളെ മറികടക്കാൻ കെൽപ്പുള്ള, ഈ മതചൂഷണത്തെ തോൽപ്പിക്കാനുള്ള ത്രാണി ഉള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അറബികളെ കീഴടക്കാൻ പറ്റും. വതദീനു ലക്കും ബിഹൽ അജം, അനറബികൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൊടിക്കൂറയ്ക്ക് കീഴിൽ സ്വയം വന്നണയും എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. അതെന്താ? അത് ആ ഹദീസ് വായിച്ചിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കാനുള്ള ഒരു ദിവ്യായുധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന. അങ്ങനെ ദിവ്യായുധമൊന്നും അല്ല കേട്ടോ, അതല്ല. ഭരണം സ്ഥാപിക്കാൻ ഈ ലോകത്ത് ദൈവികമായ ഭരണം, ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിൽ ഭരണം സ്ഥാപിക്കണം, മനസ്സിൽ സ്വാധീനിക്കണം. അതാ. ഇനി നോക്കൂ, ഇനി നിങ്ങളോടാണ് ചോദ്യം കേട്ടോ. ഉറങ്ങുന്നവർ രക്ഷപ്പെടും, ചിലപ്പോഴേ രക്ഷപ്പെടുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഉറങ്ങുന്നവരോട് ഇസ്ലാമിലെ ആദ്യത്തെ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ക്രിസ്താബ്ദം 571 ജനിച്ച് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് സമൂഹത്തിൽ ആകെ ഒറ്റപ്പെട്ട്, വെറുക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട് വിഷമിച്ച് കഴിഞ്ഞ കാലത്തും ഈ ലോകത്ത് ഒരുപാട് ആളുകൾ പ്രവാചകനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തല്ലോ. ആ വിശ്വാസത്തെ പ്രതി, ആ ആദർശത്തിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായത് ആരാ? ഉറങ്ങുന്ന ആളോട് ചോദിക്കണില്ല, അതെ അടുത്തുള്ള ആളോട് ചോദിക്കും. ആദ്യത്തെ രക്തസാക്ഷി ഉത്തരം അറിയില്ലെങ്കിൽ അല്ല അവർ പറയും, ആ അറിയുന്നവരൊന്ന് കൈവക്കിയേ. ആദ്യത്തെ രക്തസാക്ഷി ഉറങ്ങുന്നവരാരും കൈവക്കിയില്ല. ശരി, എവിടെന്നെങ്കിലും അവിടുന്ന് പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ തന്നെ കൈപൊക്കിയിട്ട് പിറകിലേക്ക് നോക്കണ്ട, പറഞ്ഞോ. ആ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ പിറകിലും ആരെങ്കിലും കൈപൊക്കിയോ എന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിച്ച സഹോദരിക്ക് പറയാം. ആ പറയൂ. സുമയ്യ റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാ, ഉത്തരം ശരിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം ഇതേ ശരിയുത്തരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹ, സുമയ്യത്ത് ബിന്തു ഖയ്യാത്ത് എന്നാണ് മുഴുവൻ പേര്. അത് അമ്മാർ ബിൻ യാസിറിന്റെ ഉമ്മയാണ്. നമ്മളെപ്പോലെ സ്വതന്ത്രമായിട്ട് നല്ല കുപ്പായൊക്കെ ഇട്ട്, നല്ല ഡ്രസ്സിട്ട്, നല്ല പർദ്ദയണിഞ്ഞ്, ഉച്ചയ്ക്ക് നല്ല ആഹാരവും കഴിച്ച്, ഇതുപോലെ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത്, പഠന ക്ലാസ്സുകളിലൊക്കെ പലതവണ പോയി ദീൻ പഠിച്ച, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു നല്ല കുലീന സ്ത്രീ എന്നൊന്നും കരുതണ്ട കേട്ടോ. ആ പാവം ആർക്കും വേണ്ടാത്തവൾ. നോക്കണം നിങ്ങൾ, അതാ അതിന്റെ മർമ്മം. അതാ അല്ല മുഹമ്മദ്, നിന്റെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് വേണ്ടാത്തവരും പീറകളും ഒരു അന്തവും ബോധവും ഇല്ലാത്തവരും കഴിവോ അധികാരമോ ഇല്ലാത്തവരും ഒരു കുടുംബ മഹിമ അവകാശപ്പെടാൻ പറ്റാത്തവരുമായ ആളുകളല്ലേ നിന്റെ കൂടെ ഉള്ളൂ. നിന്റെ കൂടെ വരാനും, നിന്റെ വാക്ക് കേൾക്കാനും, നിന്റെ കൂടെ നടക്കാനും ഒക്കെ അവരല്ലേ ഉള്ളൂ. കൊള്ളാവുന്ന ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അക്കാലത്തും. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു പാവം പെണ്ണ്. ഇന്നത്തെ ചുറ്റുപാടിലാണ് കേട്ടോ അത് പറയുന്നത്. എന്തിനും കൊള്ളുന്നവരായിരുന്നു അവർ എന്ന് അവർ തെളിയിച്ചു ഈ ലോകത്തെ. അവരാരും അല്ല കേട്ടോ, വിദ്യാഭ്യാസം കൊണ്ട് ഒരക്ഷരം പോലും അവർ പഠിച്ചിട്ടില്ല. അവര് അടിമയായി പിറന്നു, ദാസിയായി വളർന്നു. അബൂജഹലിന്റെ അല്ലെങ്കിൽ തന്നെ അബൂജഹലിന്റെ ശിക്ഷയും ശാസനവും ഒക്കെ കേട്ട് അവർ തളർന്നു. പക്ഷേ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു മഹാശക്തിയുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവർക്ക് അറബി തിരിയും, അവർക്ക് അറബി മനസ്സിലാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഈ കല്ലും മണ്ണും മരവും ഇങ്ങനെ ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും മറ്റ് പ്രതിഷ്ഠകളും പ്രതിമകളും ഒന്നും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ വന്ദിക്കാനോ പൂജിക്കാനോ പറ്റുന്നവയല്ല. ഇതൊക്കെ വെറുതെ നോക്കണം നിങ്ങൾ. ഒരു പാവം പെൺകൊടി
ഇന്നിപ്പോ നമ്മൾ പറയുന്നില്ലേ, ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയ്യങ്കാളി തുടങ്ങി വെച്ച കീഴാള ജനതയുടെ സമരത്തിൽ അയ്യങ്കാളിക്കൊപ്പം അണിനിരുന്ന സ്ത്രീകളുടെ മഹത്വം ഇന്ന് നമ്മൾ പ്രസംഗത്തിൽ പറയും. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വിപ്ലവ ആശയങ്ങളെ ഉൾക്കൊണ്ട ആധുനിക യുഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ഇന്ന് നമ്മൾ പ്രഭാഷണത്തിൽ പരാമർശിക്കും. പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലത്ത്, പെണ്ണിന് ഒരു വിലയും ഇല്ലാതിരുന്ന കാലത്ത്, അതിൽ തന്നെ പാവപ്പെട്ട പെണ്ണിന് ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ പോയ ഒരു ലോകത്ത് ആദ്യമായി ഈ ദീനിന്റെ പേരും പറഞ്ഞ്, ഈ ദീനിന്റെ പേര് ചൊല്ലി മരിക്കാൻ തയ്യാറായതുകൊണ്ടും, ജീവിക്കണ്ട, എനിക്ക് ഈ ദീൻ കളഞ്ഞിട്ടൊരു ജീവിതം വേണ്ട എന്ന് അവർ ദൃഢപ്രതിജ്ഞ എടുത്തത് കൊണ്ടും, എനിക്ക് എൻ്റെ ഭർത്താവിനേക്കാൾ വലുത്, എൻ്റെ മകൻ അമ്മാറിനേക്കാൾ വലുത്, എനിക്ക് ഇവിടെ ഈ ദുനിയാവിൽ ഒരു 2 നാൾ കൂടി ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നതിനേക്കാൾ എനിക്ക് വലുത് ഈ മരണമെങ്കിൽ ഇത് മതി എന്ന് പറയാൻ മാത്രം ഒരു സ്ത്രീ വളർന്നു വലുതായത് യഥാർത്ഥത്തിൽ അവൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നട്ട് പിടിപ്പിച്ചത് കൊണ്ടാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബലത്തിലാ, അതിന്റെ കരുത്തിലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റാൻ ശക്തിയുള്ള ആശയമാണ് എന്ന് മനസ്സിലായല്ലോ. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര തല്ലവരെ തല്ലി, എത്ര പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് ആവർത്തിച്ചവരെ അബൂജഹൽ അടിച്ചു. അപ്പോഴൊക്കെ അവര് ഇങ്ങനെ മുറിഞ്ഞു പോയ അക്ഷരങ്ങളിൽ, വേദനയിൽ പുളയുന്ന ശരീരത്തിൽ നിന്ന് ആകെ വന്നത് ഒരേ ഒരു ശബ്ദം മാത്രമാണ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഈ അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ച് അങ്ങനെ പറയാൻ ഒരു പിടിപ്പും ഒരു പഠിപ്പുമില്ലാത്ത, ഒരു വിദ്യാഭ്യാസവും തറവാടിന്റെ കരുത്തും പറയാനില്ലാത്ത ഒരു പാവം പെണ്ണിന് സാധിച്ചുവെങ്കിൽ അതിനേക്കാൾ വലിയ വിപ്ലവം 1400 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ലോകത്ത് വേറെ ഒരു ആദർശത്തിനോ റസൂലുള്ള അല്ലാത്ത വേറൊരു വ്യക്തിക്കോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറായത്, അവസാനം അവരെ കൊന്നത് ഏറ്റവും ക്രൂരം. ഈ ലോകത്ത് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് മതത്തിന്റെ പേരിലുള്ള പേഴ്സിക്യൂഷൻ എന്ന് പറയുമല്ലോ, മതപരമായ പീഡനം. ഈ മതപരമായ പീഡനത്തിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കൊടിയ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ ഇല്ല കേട്ടോ, ഇല്ല. അവരെ പോലെ സുമയ്യത്തു ബിന്തുൽ ഖയ്യാത്തിനെ പോലെ വേറെ ഒരാളുമില്ല. അത്ര വലിയ പീഡന അവർ സഹിച്ചത്. അവസാനം അവരുടെ ഭർത്താവിനെയും കൂടി തൊട്ടടുത്തിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലി താഴെയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഉഗ്രപ്രതാപിയായ അബൂജഹലാണ്. അബൂജഹലിനെ കാണുമ്പോൾ തന്നെ സാധാരണ അടിമകളുടെ മുട്ടുകാല് വിറക്കും. എന്താ അയാൾ പറയാന്നറിയില്ല, ചെയ്യാന്ന് പിടിയില്ല. അതുകൊണ്ട് ഈ അബൂജഹലിന്റെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിച്ചാലും മതി, കുഴപ്പമില്ല, പക്ഷെ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമല്ല. എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ മഹത്തായ ആശയം, ഈ തൗഹീദിന്റെ ആദർശം അത്രമേൽ ഗുണകരമാണ്, എനിക്ക് പ്രയോജനപ്രദമാണ് എന്ന് അവർ ശരിക്കും മനസ്സിലാക്കുന്നു. ആലോചിച്ചു നോക്ക്. അവിടെ നിന്ന് ഊരിയെടുത്ത, അവരുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് ഊരിയെടുത്ത ആ കുന്തമാണ് രണ്ടാമതായിട്ട് ഭർത്താവിന്റെ നെഞ്ചിലേക്ക് അബൂജഹൽ കുത്തിയിറക്കുന്നത്. അങ്ങനെ രണ്ട് രക്തസാക്ഷികൾ, ഒരു കുന്തം കൊണ്ട് 2 രക്തസാക്ഷികൾ. ആകെ 1 മിനിറ്റ് നേരത്തിന്റെ വ്യത്യാസം ഉണ്ടാകുള്ളൂ ചിലപ്പോ. പക്ഷെ അപ്പോഴും പെണ്ണ് ആണിനെ കവച്ചു വെച്ചതാണ് ഈ ദീനിന്റെ ചരിത്രം എന്ന് പറയാണ് സന്തോഷത്തോടെ. പെണ്ണ് ആണിനെ കവച്ചു വെച്ചതാ ചരിത്രം. അപ്പൊ ആണ് മോശമായത് കൊണ്ടല്ല കേട്ടോ, പക്ഷെ പെണ്ണിന്റെ മനസ്സിൽ ത്യാഗം കുടിയേറിയാൽ, പെണ്ണിന്റെ മനസ്സിൽ ഈമാൻ ഉറച്ചാൽ, പെണ്ണിന്റെ മനസ്സിൽ ബോധ്യം വന്നാൽ, പിന്നെ ഭർത്താവ് വിചാരിച്ചാലും, ആങ്ങളെ കരുതിയാലും, ഉപ്പ നിർബന്ധിച്ചാലും, മക്കൾ വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല. അതാണ് പെണ്ണ് എന്ന് തെളിയിച്ചത് ഇസ്ലാമാണ്. അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഈ സുമയ്യ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ലോകത്ത് മഹാത്ഭുതമാണ് കേട്ടോ. ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദർശത്തിന്റെ കരുത്ത് തൗഹീദാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഈ ജാറോ നെറുകെ മക്കാമും മാത്രമല്ല, അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയും വെളിച്ചെണ്ണയും പച്ചപ്പട്ടും അത് മാത്രമല്ല, ശരിക്കും ജീവിതത്തിന്റെ മുച്ചൂടും മാറ്റാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പോഴാ അതിൽപ്പെട്ടതാണ് കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവാഹ ധൂർത്ത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതത്തിന്റെ ഓരോ കഴഞ്ചും, ഓരോ ഇഞ്ചും, ഓരോ ഇഴയടുപ്പങ്ങളും, അതിന്റെ ഊടും അതിന്റെ പാവും
എല്ലാം മാറ്റി പണിയാനുള്ള കരുത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ ആത്മീയ ആദർശത്തിനുണ്ട്. ഇതിന് ഭൗതികമായ ശക്തിയുണ്ട്, ഭൗതികമായ പരിവർത്തനത്തിനുള്ള കരുത്തുണ്ട് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഇരിക്കട്ടെ, അവിടെ ഒരു സംഗതി സൂചിപ്പിക്കാതെ വയ്യ. നിങ്ങൾ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, 18-ാം നൂറ്റാണ്ടിലെ. അല്ലാഹ് ഇവിടെ ഇതുവരെ എല്ലാവരും ഇരിക്കി. ഇങ്ങനെ എത്ര നേരം നിൽക്കും? ഞാൻ നിന്നോളാം എല്ലാവർക്കും വേണ്ടി, നിങ്ങളിരിക്കും. എന്താണെന്നറിയോ? വെറുതെ അല്ല, വെറുതെ ഒരുപാട് സമയം അങ്ങനെ നിന്ന് വെരിക്കോസ് വെയിൻ അതിൻ്റെ പ്രയാസം കൂട്ടണ്ട. ഞാൻ ഇത് വെറുതെ പറയണതല്ല, വെറുതെ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉള്ളിടത്തും ഇവിടെയൊക്കെ ഒഴിഞ്ഞ ചെയറുണ്ടല്ലോ, അവിടെ ആളുണ്ടാ. ശരി, ഇരിക്കും. ഞാനിത് പറഞ്ഞത് ശരിക്കും 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം, ഈ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞിട്ട് ചില കരാറുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ച്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതെന്താന്ന് വെച്ചാൽ, ഈ അവകാശ ബോധ്യത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അവിടെ അടിമ ഉടമ, മുതലാളി തൊഴിലാളി, അതൊക്കെ സാധാരണ നിലക്കുള്ള പ്രയോഗത്തിന്റെ നടപ്പ് രീതികൾ മാത്രമാണ്. അതല്ലാതെ ഒരാളെ പുച്ഛിക്കാനും താഴ്ത്താനും വേണ്ടിയിട്ട് അങ്ങനെ ഒരാളെ ഉപയോഗിച്ചാൽ അത് ഇസ്ലാം അംഗീകരിക്കില്ല. അങ്ങനത്തെ ഒരു 1400 മുമ്പ് നമുക്ക് കിട്ടിയ ആശയം അതാ. എന്നാൽ ഈ 18-ാം നൂറ്റാണ്ടിൽ റസൂലുള്ള ഇത് പറഞ്ഞ ഏതാണെന്നറിയോ? ഇത് പറഞ്ഞത് 7-ാം നൂറ്റാണ്ടിലാ. 7-ാം നൂറ്റാണ്ടിലാണ് സുമയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചതും മരിച്ചതും. ഇപ്പോ 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞപ്പോ അവകാശങ്ങളെ കുറിച്ച്, അപ്പൊ പുരുഷന്റെ അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് ലോകത്ത് ചിന്ത വന്നത്. അത് MGM-നോട് പറയാതെ പറ്റില്ലല്ലോ. പുരുഷന്റെ അവകാശം, ഹുഖൂഖുർ റജുൽ, പുരുഷന്റെ അവകാശം. ഇനി കാര്യമായ അവകാശമൊന്നും സ്ത്രീക്ക് കൊടുക്കാനില്ല എന്ന് പോലും യൂറോപ്യരായ ഫ്രഞ്ചുകാർ വിചാരിച്ചിരുന്നു അത്രേ. മനസ്സിലായാ പറഞ്ഞത്? ആണുങ്ങൾക്കാണ് അവകാശം, പെണ്ണുങ്ങൾക്ക് എന്ത്? ആണുങ്ങൾക്കാണ് അർഹത, പെണ്ണുങ്ങൾക്ക് എന്തിനർഹത? എന്ത് കാര്യം ചെയ്യാൻ? അതാ. അപ്പൊ അവരുടെ വലിയ വിപ്ലവമൊക്കെ, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വായിൽ ഇങ്ങനെ പറയും. പക്ഷേ പെണ്ണിനെ അംഗീകരിക്കാത്ത സമൂഹമായിരുന്നു. പെണ്ണോ? അവളുണ്ടോ? അവൾക്ക് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് മൂർഖനേക്കാൾ അപകടകാരിയായ അഗ്നിയേക്കാൾ വിനാശകാരിയായ ഒരു ജന്മമല്ലേ പെണ്ണ്. പെണ്ണിന് ആത്മാവുണ്ടോ എന്ന് യൂറോപ്പിൽ തർക്കം നടക്കുന്നത് നോക്കണം നിങ്ങൾ. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാ. ഇപ്പോ യൂറോപ്പിനെ നോക്കിയാണ് നമ്മളെല്ലാം ഇങ്ങനെ വാരിപ്പുണരുന്നത്. എല്ലാ അഴുക്കും എല്ലാ വൃത്തികേടുകളും നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്നു. അവരുടെ നന്മകളാകട്ടെ നമ്മൾ പലതൊട്ട് സ്വീകരിക്കുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോ ഈ 21-ാം നൂറ്റാണ്ട്, അതിൽ തന്നെ 2025 എന്ന് പറഞ്ഞപ്പോ 21-ാം നൂറ്റാണ്ടിന്റെ കാഭാഗം തീർന്നു. ഇനി 2026 എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ പകുതിയുടെ 2ാം ഭാഗം തുടങ്ങുകയാണ്. ഇത് ഡിസംബറിനോട് അടുത്ത മാസാ. അപ്പോ ഈ കാലത്ത് നമ്മൾ എന്ത് പറയുന്നു എന്നതല്ല, ആ കാലത്ത് അന്ന് തന്നെ ഇസ്ലാം എന്ത് പറഞ്ഞു എന്നതാണ്. സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. നോക്കണം നിങ്ങൾ, ഈ ബഹ്ജത്ത് ബൈത്വാർ എന്ന് പറയുന്ന ഒരു സിറിയക്കാരൻ അമേരിക്കയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ബഹ്ജത്ത് ബൈത്വാർ. ആ ബഹ്ജ ബൈത്വാറിന്റെ പ്രസംഗം കേട്ടിട്ട് യൂറോപ്പിൽ മതമൊക്കെ പഠിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ പ്രസംഗം കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അത്ര നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചാണല്ലോ ഇത്രയും നേരം പ്രസംഗിച്ചത്. അതെ, നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതാണോ, നടപ്പുള്ളതാണോ, അതോ വെറുതെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് മാത്രമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഉള്ളതാ. അപ്പോ ആ യൂറോപ്യൻ വനിതയുടെ മറുപടി, ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്ന സ്ത്രീയെക്കുറിച്ച് ഇസ്ലാം ഇപ്പറഞ്ഞതായി നിങ്ങൾ ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ബോധ്യമാകുന്ന നാട്ടിൽ ജീവിച്ചിട്ട് കുറച്ചു കാലം എന്നെ അവിടെ ആ നാട്ടിലൊന്ന് ജീവിക്കാൻ അനുവദിക്കൂ, എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ എന്നാണ്. എനിക്ക് വിരോധമില്ല. മുസ്ലിം സ്ത്രീകൾ ഈ അവകാശങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നാട്ടിൽ കുറച്ചു കാലം പാർക്കണം എനിക്ക്. അത് ഈ ആധുനിക കാലത്ത് പറഞ്ഞതാ, പഴയ കാലത്തല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ സ്ത്രീയുടെ അസ്തിത്വത്തെ, അവളുടെ അന്തസ്സിനെ അംഗീകരിക്കുകയും അവളുടെ ജന്മബാധ്യതകളെ ആദരിക്കുകയും അവളുടെ പദവിയെ, അവളുടെ സ്ഥാനത്തെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത മതത്തിന്റെ പേരാണ് ഇസ്ലാം. പിന്നെ നമ്മളെ പിറകോട്ട് വലിക്കാൻ പലരും ഉണ്ടായിരുന്നിട്ടുണ്ട് ലോകത്ത് പലയിടത്തും.
പല സംസ്കാരങ്ങളിലും. പക്ഷെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തു. അപ്പൊ ഒരു സ്ത്രീക്ക്, ഇപ്പൊ നിങ്ങളൊക്കെ പറയാറില്ലേ, ഈ ഹൂറുല്ലീങ്ങളെ കുറിച്ചാണല്ലോ വർത്താനം അധികം. മിക്ക പെണ്ണുങ്ങളും അങ്ങനെ പറയല്ലേ. എന്തെങ്കിലും ദീൻ പഠിച്ചു എന്ന് അവർക്ക് തോന്നുന്ന ആളുകളോട് സംശയം ചോദിക്കണമെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ ചോദിക്കണ സംശയം മിക്കവാറും ഈ ഹൂറുല്ലീങ്ങളുടെ കാര്യമാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായില്ലല്ലോ എന്ന് സ്ത്രീകൾ ശരിക്ക് പരിഭവം പറഞ്ഞു അത്രേ. ഒരു സന്ദർഭത്തിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ഖുർആൻ പരാമർശങ്ങളിൽ മിക്കവയും ആണുങ്ങൾക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആണുങ്ങളുടെ മഹത്വം, ആണുങ്ങളുടെ പ്രവർത്തനം, അവരുടെ ത്യാഗം ഒക്കെ പറയുന്നത് പോലെ തോന്നുന്നു. അതിന് മറുപടിയായിട്ട്, ആ പരിഭവത്തിന് മറുപടിയായിട്ട് വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയോ? ആയത്ത് അവതരിപ്പിച്ചു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പരിഭവിക്കണ്ട. നിങ്ങളില്ലാത്തൊരു ലോകമോ നിങ്ങൾ കടക്കാത്തൊരു സ്വർഗമോ അള്ളാഹു പണിത് വെച്ചിട്ടില്ല. അള്ളാഹു പണിത് വെച്ചിട്ടില്ല. അവിടെ അള്ളാഹു സ്വർഗത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക ഇടം, പ്രത്യേക സ്ഥാനം അനുവദിക്കുന്നു. എനിക്ക് തോന്നുകയാണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കുന്നതാണ്, എൻ്റെ മതപരമായ ധാരണകളിൽ നിന്ന് പറയുന്നതാണ്. ആരെയും സന്തോഷിപ്പിക്കണം എന്നെനിക്കില്ല, അത് കരുതി പറയുന്നതല്ല എന്ന് ചുരുക്കം. സ്ത്രീകൾ ഇസ്ലാമികമായ അവരുടെ വ്യക്തിത്വവും സ്വഭാവ വൈശിഷ്ട്യവും ആദർശ കരുത്തും കുടുംബത്തിന്റെ മഹിമയും മക്കളെ വളർത്തുന്നതിൻ്റെ ആഭിജാത്യ മനസ്സും ഭർത്താവിനോട് സ്നേഹത്തിൽ പെരുമാറുന്നതിൻ്റെ കുടുംബപരമായ കരുത്തും ഒക്കെ മനസ്സിലാക്കി പോകുന്ന ഒരു സ്ത്രീക്ക് ആണിന് എത്തുന്നതിനേക്കാൾ, കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാതെ തരമില്ല. കാരണം ആണ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണി, ആണ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ത്യാഗം, ആണ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉറക്കമിളക്കുന്നത് സ്ത്രീകളാണ്. അവർ ഒരു കാലത്ത് അവരുടെ കുഞ്ഞിന് വേണ്ടി, ഒരുപാട് കാലങ്ങളിൽ അവരുടെ മക്കൾക്ക് വേണ്ടി, അങ്ങനെ എന്തെല്ലാം ത്യാഗങ്ങൾ. ഇതിനൊക്കെ ആത്മീയമായ ഒരു തലമുണ്ട്. ആർക്ക്? വിശ്വാസികൾക്ക്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പറയുന്നതാ. ഇതിനൊക്കെ ഒരു സ്പിരിച്വൽ ആസ്പെക്ട്, അതിന്റെ ആത്മീയ തലം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രുദ്രാക്ഷമാല പോലെ ഒരു സുബഹത്ത്, എന്താ ഇനി പറയാ, തസ്ബീഹ്. ആ തസ്ബീഹ്, ആ മാല കയ്യിലെടുത്ത് അങ്ങനെ. ഇപ്പൊ ബസ്സിലൊക്കെ കാണാമല്ലോ, ഇപ്പൊ ബസ്സിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഒരു സാധനം, ഒരു ഞെക്ക് സാധനം ഉണ്ട്, ഞെക്കി അവരിങ്ങനെ ഉറങ്ങും, പക്ഷെ ഞെക്കുണ്ടാവും. അങ്ങനെ ഞാനിത് കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, അതൊന്നും വേണ്ട നമുക്ക്. അത് അത്രയൊന്നും അവിടേക്കൊന്നും MGM കയ്യിലൊന്നും ഇല്ലല്ലോ, അതല്ലേ ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമല്ലല്ലോ യാത്രയിലൊക്കെ. അതൊക്കെ വെറുതെ ഒരുതരം ആത്മീയമായ പ്രകടന പരതയുടെ കൂടി, മറ്റുള്ളവർ ഞാൻ ഭയങ്കര ഒരു പയസാണ്, ഭക്തയാണ് എന്ന് തോന്നിക്കോട്ടെ എന്നുള്ള ഒരു പരസ്യവും കൂടിയാണത്. അത് കഴിവതും ഒഴിവാക്കലാണ് ഖൈർ. അത് നമ്മുടെ നടപടിക്രമത്തിൽ പെട്ടതല്ല. എന്തായിരുന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ജീവിക്കണം. അല്ലെങ്കിൽ ഇനി ഒറ്റപ്പെട്ട ഏതെങ്കിലും സന്യാസിനി, കേട്ടിട്ടില്ലേ, സന്യാസിനിയായി പോകുക. വേണ്ട, ഒന്നും ന്യസിക്കണ്ട. ന്യസിക്കാന്ന് പറഞ്ഞ ഉപേക്ഷിക്കാന്ന് അർത്ഥം. ഒന്നും ന്യസിക്കണ്ട, ഒന്നും ഉപേക്ഷിക്കണ്ട. ഭർത്താവ് വേണ്ടെന്ന് വെക്കണ്ട. എനിക്ക് മക്കൾ വേണ്ട. ഇപ്പൊ ചിന്തിക്കണം കേട്ടോ. ഇപ്പൊ MGM പ്രധാനമായിട്ട് ക്യാമ്പയിൻ നടത്താൻ, പ്രസംഗിച്ച് പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന സദസ്സിലെ പലരുടെയും പെൺമക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും കല്യാണം വേണ്ടാന്ന്. ഇന്നും ഞാൻ മൊബൈലിൽ ഒരു സംഗതി കണ്ടു. മൊബൈലിലെ എന്തിനാണ് ഈ ഇടങ്ങേറ്? ഏതിടങ്ങേറ്? ഈ കുടുംബം, ഭർത്താവ്, മക്കൾ, ഈ പ്രാരാബ്ധം, ഇതൊന്നുമില്ലാതെ സ്വന്തമായിട്ട് സ്വതന്ത്രമായി പാറിപ്പറന്ന് നമുക്ക് ഈ ദുനിയാവിൽ മരിക്കും വരെ ജീവിക്കാമല്ലോ എന്ന് കരുതുന്നവരിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ മക്കനയിട്ട മുസ്ലിം പെൺകുട്ടികൾ, അവരിടുമ്പോ മക്കനെ ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലിട്ട മക്കനെയല്ലത്, അവർ തലയിലിട്ട മക്കനെ മാത്രമാണ്. അവരുടെ മനസ്സിൽ ഇത് കയറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ അതിലേക്ക് പോവുകയാണ്. എന്നാ അതും മോക്ഷം കിട്ടാനോ, ഭക്തയായി വളരാനോ, അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം ലഭിക്കാനോ അതൊന്നും വേണ്ട. ഈ കുടുംബത്തോടൊപ്പം ജീവിച്ച് ഈ നാട്ടിലെ പച്ചയായ അനുഭവങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന സഹോദരിമാർക്ക് അള്ളാഹുവിങ്കൽ കിട്ടുന്ന സ്നേഹവും സ്വീകാര്യതയും ഒരു വ്യത്യാസമില്ല കേട്ടോ. ആത്മീയതയിൽ ഒരു വ്യത്യാസവുമില്ല. ആണിന് കിട്ടുമോ പെണ്ണിന് കിട്ടും, ആണിന് സ്ഥാനം കിട്ടുമോ സ്നേഹം കിട്ടുമോ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമോ ഈ സ്ത്രീക്കും അത് കിട്ടും. ആണിന് കിട്ടുന്നതൊന്നും സ്ത്രീക്കായിട്ട് പ്രത്യേകിച്ച് കിട്ടാതെ വരില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിൽ ഉറപ്പിക്കണം. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെയും അടിസ്ഥാനരഹിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ മുഴുവൻ കാര്യം മുഴുമിപ്പിച്ചില്ലല്ലോ. അള്ളാഹു ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, നിങ്ങൾക്ക് അറിയാവുന്ന സൂറത്ത ആയത്ത, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്
വസ്വാബിരീന വസ്വാബിറാത്ത്. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് കൂലിയില്ലേ? ഞങ്ങളുടെ മതഭക്തിക്ക്, ഞങ്ങളുടെ പടച്ചവനോടുള്ള വഴിപാടിന് അതിന് പ്രതിഫലമില്ലേ? ഞങ്ങളുടെ അള്ളാഹുവിന്റെ നേർക്കുള്ള അനുസരണത്തിന് കൂലി കിട്ടൂലേ? ഞങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും പ്രതിഫലം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും കിട്ടും കിട്ടും. ആണിന് കിട്ടുമെങ്കിൽ പെണ്ണിനും. അങ്ങനെ പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അവസാനം ഇങ്ങനെ പറഞ്ഞിട്ട് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും സമ്മർദ്ദങ്ങളിൽ പോലും അള്ളാഹുവിനെ ഓർക്കാൻ തയ്യാറുള്ള ആണും പെണ്ണും, അഥവാ പുരുഷന്മാരും സ്ത്രീകളും. അള്ളാഹു എല്ലാവർക്കും ഈ 10 വിഭാഗത്തെ എണ്ണി പറഞ്ഞു. അതിൽ ധർമ്മം കൊടുക്കുന്നവർ, നോമ്പ് പിടിക്കുന്നവർ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ധർമ്മം കൊടുക്കുന്നവർ, നോമ്പ് പിടിക്കുന്നവർ എല്ലാം ഉണ്ട്. അപ്പോ അത് പറയുമ്പോൾ എനിക്ക് ചെറിയ കാര്യം സാന്ദർഭികമായി ഓർമ്മ വരുന്നത് സൂചിപ്പിക്കാൻ ബാക്കിയുണ്ട്. അത് ആണിന് കിട്ടുമെങ്കിൽ പെണ്ണിന് കിട്ടും. കൂലി ആണിനുണ്ടോ? സ്വർഗം ആണിന് വേണ്ടി ഒരുക്കിയോ എങ്കിൽ അതേ സ്വർഗം പെണ്ണിന് വേണ്ടിയും അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു എന്നത് മറക്കരുത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് പോയപ്പോൾ ഒരു സ്ത്രീ 1000 ദിർഹംസ് കേട്ടോ, UAE-യിലാണ്, 1000 ദിർഹം എടുത്തു തന്നപ്പോൾ ആരോ പറഞ്ഞു, അല്ല നിങ്ങളെ ഭർത്താവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതൊന്നും അറിയാത്ത ഒരു പൊട്ടിയല്ല ഞാൻ. പക്ഷേ എൻ്റെ കയ്യിലുള്ള പണം വെറും മദ്രസാധ്യാപികയാണ് കേട്ടോ. UAE-യിലെ ഇസ്ലാഹി മദ്രസയിലെ ഒരു അധ്യാപികയാണ്. എനിക്ക് കിട്ടുന്ന തുച്ഛ, ഒരു മദ്രസാധ്യാപികക്ക് എന്ത് കിട്ടും? എവിടെയാണെങ്കിലും എന്ത് കിട്ടും? ആ കിട്ടിയ തുച്ഛം ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഈ സൽക്കാര്യത്തിലേക്ക് ഞാൻ കൊടുക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഭർത്താവ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് കൂലി കിട്ടണമെന്നില്ലല്ലോ. ഞാൻ കൊടുക്കണ്ടേ അതിന്, ഞാൻ തന്നെ അതിന് ചെയ്യണ്ടേ എന്ന്. ആ സഹോദരി കഴിഞ്ഞ മാസം മരിച്ചു. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ കാര്യത്തിലും വേണം. എല്ലാ കാര്യത്തിലും നമ്മൾ ശരിക്കും ഒരു ആത്മവിചാരണാ മനസ്സോടെ, സ്വയം ഒരു വിമർശ മനസ്സോടെ ഇരിക്കണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും കൊടുക്കാതിരിക്കലില്ലേ? അത് ഭർത്താവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ആരും കൊടുക്കൂല എന്നല്ല ഞാൻ പറയും. 1-2 പേര് കൊടുക്കും. ഞാൻ അങ്ങനെയല്ല പറയണത്, നിങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ എന്നാലും ഭർത്താവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഞാൻ കൊടുത്തോളണമെന്നില്ല, ആള് കൊടുക്കണത് ഞാൻ കണ്ടല്ലോ, ആളുടെ പോക്കറ്റിൽ നിന്ന് റെസീറ്റ് അലക്കാൻ നേരത്തെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലാന്ന്. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്. സ്വതക്ക കൊടുക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും കൊടുക്കണം. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഉണ്ട് എന്ന് പറഞ്ഞാൽ പലരുടെ കയ്യിൽ. ഇനി അതിനെക്കുറിച്ചൊരു വാചകം കൂടി ഞാൻ പറയും. അതെന്താണെന്നറിയോ? ഇപ്പൊ എത്ര സ്വർണത്തിന്റെ വില? അല്ല, കൃത്യം അറിയാം, നല്ല വിവരമാണ്. പറയൂ, എത്രയാണ്? എത്ര? ഉലമാക്കൾക്കിടയിൽ സ്വർണത്തിന്റെ വില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും 95 കൂട്ടിക്കോളൂ. ഞാൻ പറയുന്നത് എത്ര, അതിന്റെ മേക്കിംഗ് ചാർജും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ഓർണമെന്റ് ആയിട്ട് നമ്മൾ വാങ്ങും, എന്തായാലും 1 ലക്ഷമാകും. എത്ര പവനുണ്ട്? അല്ല, ആരുടെ കയ്യിൽ? എൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ എത്രയുണ്ട്? അപ്പൊ എത്ര പവൻ സ്വർണം വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്? ആലോചിച്ച് നോക്കണം. ആലോചിച്ചിട്ട് ഉത്തരം എന്നോട് പറയണ്ട, ഞാൻ പോയിക്കോളാം. അപ്പോ ഇതെല്ലാം, ഈ സ്വർണം ഇപ്പൊ കൊണ്ടുപോയി കൊടുത്താൽ കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് ഇന്ത്യൻ കറൻസി. ഇപ്പൊ കൊണ്ടുപോയി വിറ്റാ കിട്ടും. മനസ്സിലായില്ലേ ഞാനിത് പറയുന്നത്? അത്ര സ്വർണം നമ്മുടെ കയ്യിൽ, 10 പവൻ സ്വർണം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നർത്ഥം. എന്നിട്ട് ആ 10 പവൻ സ്വർണമോ 20 പവൻ സ്വർണമോ ചിലപ്പോൾ ലോക്കറിലാണെങ്കിൽ 75 അങ്ങനെയൊക്കെ അല്ലേ, 100 പവൻ സ്വർണമോ ഒക്കെ കയ്യിൽ വെച്ചിട്ട് ലോക്കറിൽ വെച്ചിട്ട് കാര്യമായ സംഭാവനകൾ കൊടുക്കുന്നതിൽ മടിച്ച് പിന്മാറി നിൽക്കുന്നത് മിടുക്കല്ല, അത് പിശുക്കാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതൊരു മിടുക്കല്ല, അതിൻ്റെ പേര് പിശുക്ക് എന്നാണ്. അപ്പോ ഇതിലെല്ലാം മുന്നിട്ട് നിൽക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, അതിനോടൊപ്പം മത്സരിച്ച് മുന്നേറുന്ന സഹോദരിമാരുമുണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കുക, സ്വർഗം നമുക്കുള്ളതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ തന്നെ ആണിനൊപ്പം നിൽക്കാൻ പ്രാപ്തി നൽകുന്ന ആത്മീയതയാണ്. ആണിനൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ആണിനെ കവച്ചു വെക്കാൻ, ഭർത്താവിനെ കവച്ചു വെക്കാൻ സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചതുപോലുള്ള നന്മയാണ്, യാതൊരു സംശയവുമില്ല. അത് പറയാന് നോക്കൂ, ഈ സ്ത്രീകളുടെ മനസ്സിൽ ആദർശമുണ്ടായി.
ആദർശമുണ്ടായപ്പോൾ അതുകൊണ്ടുണ്ടായ ത്യാഗം, അതുകൊണ്ടുണ്ടായ നഷ്ടം, അതുകൊണ്ടുണ്ടായ മോഹാലസ്യങ്ങൾ, അതുകൊണ്ടുണ്ടായ മോഹഭംഗങ്ങൾ ഒരുപാടാണ്. എന്തൊക്കെയാണ് അവർക്ക് അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നത്? ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. എപ്പോഴും ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ മുസബ് റളിയല്ലാഹുവിന്റെ ചരിത്രം, ഹബ്ബാബ് ഇബ്നുൽ അറത്തിന്റെ ചരിത്രം, ഹൻലല റളിയല്ലാഹുവിന്റെ ചരിത്രം, ഒരു മുള്ളംപന്നിയെ പോലെ അസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി മരിച്ചു വീണ അബൂ ദുജാനയുടെ ചരിത്രം. മുള്ളംപന്നിയെ പോലെ എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഉദാഹരണമല്ല, ഈ കഅന്നഹു കുൻഫുദ് എന്ന് പറഞ്ഞ മുള്ളംപന്നീന. അപ്പൊ മുള്ളംപന്നിയെ പോലെ മരിച്ചു വീണ അബൂ ദുജാനയുടെ ചരിത്രം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവന് വേണ്ടി പൊരുതാൻ കൽപ്പിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് പടച്ചട്ടയണിഞ്ഞ് യുദ്ധക്കളത്തിൽ വന്നിട്ട് ഓടി രക്ഷപ്പെട്ട സ്വഹാബികളുടെ പിറകിലോടാതെ വെള്ളം കൊടുക്കാൻ വന്ന, മുറിവേറ്റവരെ പരിചരിക്കാൻ അനുവാദം ചോദിച്ചു വന്ന ഒരു സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരിയുടെ പേര് പറയൂ. യുദ്ധം ഒരു ക്ലൂ തരാം, ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധത്തിൽ ആത്മത്യാഗത്തിന് തയ്യാറായി വെറുതെ കയ്യിലൊരു വാള്, അത് പെണ്ണിനുണ്ടാകും അക്കാലത്ത്. യുദ്ധത്തിന് പോകുന്ന പെണ്ണ് യുദ്ധം ചെയ്യാനോ ആരെങ്കിലും കൊല്ലാനോ കരുതി പോയതല്ല. അതവര് പറയുന്നുണ്ട്, ഞാൻ പോയത് ഉദാവിൽ ജർഹ, മുറിവേറ്റവർക്ക് ചികിത്സ കൊടുക്കാൻ, ആവശ്യക്കാർക്ക് വെള്ളം കൊടുക്കാൻ, അതിന് പോയതാ. റസൂലുള്ള എന്നോട് എനിക്ക് സമ്മതം തന്നതിന്റെ ബലത്തിൽ പോയതാ. പക്ഷേ ആളുകൾ പെട്ടെന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പോയപ്പോ റസൂലുള്ള നോക്കി, വളരെ തുച്ഛം ആളുകളെ ഉള്ളൂ, വളരെ തുച്ഛം. റസൂലുള്ളാഹിയുടെ കണ്ണിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന ആളുകളെ റസൂലുള്ളാഹിയുടെ മുമ്പിലുള്ളൂ, ചുറ്റുമുള്ളൂ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു വാചകമുണ്ട്, വല്ലാഹി മൽതഫത്തു യമീനം വലാ ശിമാല, മൽതഫത്തു യമീനം വലാ ശിമാല ഇല്ലാ വഅന അറാഹ തുഖാതിലു ദൂനി. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ അവളുണ്ട്, ഞാൻ മുന്നിലേക്ക് നോക്കിയാൽ അവിടെ അവൾ ചാടി വീണു, ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ ആ പെൺകൊടിയുണ്ട്, ഒരൊറ്റ പെണ്ണ് മാത്രം. ആ പെണ്ണിങ്ങനെ പറന്ന് നടന്ന് വെട്ടുന്നു. അവരുപയോഗിക്കുന്ന പടയങ്കി ഏതോ സഹാബി പടയങ്കിയും കയ്യിൽ പിടിച്ച് ഓടുമ്പോ റസൂലുള്ള പറഞ്ഞതാ, അൽഖി തുർസക് ഇലാമല്ലാ തുർസല. കയ്യിൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടി, കയ്യിൽ ഓടാൻ പരിചയം വേണ്ടല്ല, യുദ്ധം ചെയ്യാനല്ലേ പരിചയം വേണ്ടു. യുദ്ധവും വെട്ടും കുത്തുമൊക്കെ തടുക്കാൻ പരിചയമില്ലാത്തവർക്ക് പരിച വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കൂ എന്ന് റസൂലുള്ള പറഞ്ഞത് കേട്ടിട്ട് ഏതോ ഒരാള് കയ്യിലിരുന്ന പരിച വലിച്ചെറിഞ്ഞിട്ട് ഓടിച്ചെന്ന് അത് കയ്യിലെടുത്ത് തന്റെ വാളൂരി റസൂലുള്ളാഹിക്ക് മുമ്പിൽ നിലയുറപ്പിച്ച ആ സഹോദരിയുടെ പേരെന്താ? പറയും. അല്ല, ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി അലർട്ടാകാനും അത്തരം കാര്യങ്ങളിൽ ഓർമ്മ പുതുക്കാനും വേണ്ടി ചോദിക്കുന്നതാണ്. അതെ, ഓക്കെ, ശരിയാണ്. അവരുടെ പേര് നസീബത്ത് ബിന്തു കഅബ്, ഉമ്മു ഇമാറ എന്നും ഉമ്മു അമ്മാറ എന്നും ഒക്കെ പല കിതാബുകളിൽ പല രീതികളിൽ ആ പേര് വ്യവഹരിക്കപ്പെടുന്നുണ്ട്, ഉപയോഗിക്കപ്പെട്ടു വരുന്നുണ്ട്. അത് വിഷയമല്ല, ഒരാളുടെ പേരായതുകൊണ്ട്. ഏതായാലും നസീബത്ത് ബിന്തു കഅബെന്നും നുസീബത്ത് ബിന്തു കഅബെന്നും രണ്ടും ആ പേരിലും ഉച്ചാരണ വ്യത്യാസമുണ്ട്. ഏതായാലും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആ ഉത്തരം അറിയുന്നവർ പറഞ്ഞല്ലോ, നന്നായി, സന്തോഷം. അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഓടിയ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ മൂക്കത്ത് വരൽ വെക്കും. റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് റസൂലുള്ളാഹിയുടെ ജീവന് വേണ്ടി പായുന്ന, അതിനുവേണ്ടി അസ്ത്രം ഇങ്ങനെ വില്ല് കുലച്ചു വെച്ച് അത് എയ്യുന്നതിന് മാത്രം കാത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ചുറ്റും കറങ്ങി നടക്കുമ്പോൾ സ്വഹാബികൾ ഓടിപ്പോയി. പ്രമുഖരായ പ്രഗത്ഭരായ ആളുകൾ തന്നെ ഓടിപ്പോയി. പക്ഷെ ഓടിപ്പോയപ്പോഴും അവിടെയുണ്ട് നിങ്ങൾ. ഓടിപ്പോയത് എവിടേക്കാ? ഓടി അവരുടെ വീട്ടിൽ ചെന്നതിൽ ആരെ കാണുക? ആണുങ്ങൾ വീട്ടിൽ വന്ന് ആരെ കാണുക? അറിയില്ലേ? ആണുങ്ങൾ വീട്ടിൽ ചെന്ന ആരെയാണ് കാണുക? അവരുടെ ഭാര്യമാരെ കാണും. അപ്പൊ ഭാര്യമാര് യുദ്ധം കഴിഞ്ഞല്ല, ഞാൻ ഓടി കയച്ചു വരികയാണ്, യുദ്ധം കഴിഞ്ഞതല്ല. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, നാണമല്ല മനുഷ്യ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുടെ റസൂലിന് എന്ത് പറ്റി? എനിക്കറിയില്ല. നാണമല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ യുദ്ധക്കളത്തിൽ
വലിച്ച് എറിഞ്ഞ് ശത്രുക്കൾക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ സ്വന്തം ജീവനും കൊണ്ട് ഭാര്യമാരോടൊപ്പം കഴിയാൻ കിതച്ച് വന്നിരിക്കുക, ഓടിപ്പോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഭാര്യമാർ തിരിച്ചോടിച്ചു അത്രേ. ഇവിടുന്ന് അങ്ങോട്ട് ഓടിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചോടാൻ ശക്തി കൊടുത്തതും പെണ്ണുങ്ങളാണ്. ഓടാതെ നിന്നവളും പെണ്ണാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചരിത്രമല്ല. ഉഹദ് യുദ്ധത്തിൽ ഈ പറഞ്ഞ ഉമ്മു ഉമാറ നസീബത്ത് ബിന്തു കഅബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അതാണ്. അവർക്കൊരൊറ്റ കാര്യമുള്ളൂ, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയണം, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയണം. നോക്കണേ, ഇത് ഇങ്ങനെ നാട്ടിൽ വെച്ച് നമ്മളിപ്പോ എന്നെ ടൂറിന് കൊണ്ടുപോകണം എന്നൊക്കെ കുട്ടികൾ പറയില്ലേ നമ്മളോട്, എന്നെ ടൂറിന് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത് പോലെ റസൂലുള്ളാഹിനോട് അതിനുവേണ്ടി ഒന്ന് ദ്വാരക്കണം. അള്ളാഹുവിൻ റസൂൽ അപ്പ ദ്വാരക്കാണ്, ആ യുദ്ധക്കളത്തിൽ അവിടെ വെച്ച് ദ്വാരക്കാണ്. അള്ളാഹുവേ, സ്വർഗത്തിൽ എനിക്കൊപ്പം പാർക്കാൻ ഇവർക്ക് നീ വിധിയേകണമേ എന്ന പ്രാർത്ഥന കേട്ടിട്ട് ഇവര് പിന്നെ പറഞ്ഞ അവിടെ വെച്ച് അവർ പറയുന്ന വേറൊരു വാചകമുണ്ട്. അതും ഒരു സ്ത്രീയുടെ മനസ്സിൽ നിന്ന്, വായിൽ നിന്ന് ഉതിരുന്ന വാക്കുകളാ. അവർ പറയുന്നുണ്ട്, ഇനി എന്തും കുല്ലു ഷൈഇൻ ബഅദക ജലൽ, നിങ്ങൾ ഈ വാക്കും ഈ പ്രാർത്ഥനയും എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ വായിൽ നിന്ന് ഈ വാക്കുകൾ വന്നാൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. സ്വന്തം മക്കളെ ദീനിന് ബലി കൊടുത്ത്, സ്വന്തം മക്കളെ യുദ്ധത്തിന് നിർബന്ധിച്ച് പറഞ്ഞയച്ച്, റസൂലുള്ളാഹിനോട് പ്രത്യേകം അനുവാദം ചോദിച്ച് വെള്ളം കൊടുക്കാൻ, മുറിവേറ്റവരെ പരിചരിക്കാൻ യാത്ര പുറപ്പെട്ടവർ ആണുങ്ങൾ ഓടിയ നേരത്ത് ഓടാതെ പൊരുതി നിന്ന് റസൂലുള്ളാഹിയുടെ ജീവൻ കാത്തവൾ ഇല്ലാ വഅന അറാഹാ തുഖാതിലുദൂനി, അവൾക്ക് സ്വർഗമല്ലാതെ വേറെ എന്തു കൊടുത്ത് അല്ലാഹു തൃപ്തിപ്പെടുത്തണം? അതാ ദീൻ. അത് ഈ പെണ്ണിൽ നിന്ന് തുടങ്ങിയതാ. ഈ പെണ്ണിൽ നിന്ന് തുടങ്ങിയത് ഇത് MGM നിന്ന് തുടങ്ങിയതാ. ഇന്നത്തെ ഭാഷയിൽ ഇത് MGM നിന്ന് തുടങ്ങിയതാ. അപ്പൊ പെണ്ണിന്റെ ചരിത്രം അതാണ്. ഇന്നിപ്പോ നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ മടിച്ചു നിൽക്കും. മിക്കവാറും സ്ത്രീകള് ദീനിയായ കാര്യങ്ങൾക്ക് പണ്ടെന്നത്തെക്കാളും താല്പര്യത്തിലും ആവേശത്തിലുമാണ്. പക്ഷെ ആ ആവേശത്തിന്റെ നടുക്കും നമ്മൾ മക്കളെ മറക്കരുത് കേട്ടോ. മക്കളെ കൂടെ കൂട്ടുവാൻ. നേരത്തെ ISM കാര്യം നിങ്ങൾ കേട്ടല്ലോ. 30-ാം തീയതി വരെ അതിൻ്റെ അംഗത്വം നീട്ടിയിട്ടുണ്ട് അല്ലേ? 30-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് സാന്ദർഭികമായി പറയുന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ISM ഇനിയും അംഗത്വം എടുത്തിട്ടില്ലാത്ത നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ എടുപ്പിക്കണം. അവർ നമ്മുടെ കൂടെ വേണ്ടേ? നമ്മുടെ തൗഹീദിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകണ്ടേ? അവർ നമുക്ക് കൊട വിരിച്ച് നമുക്ക് ഈ മഴയിലും വെയിലിലും നമ്മൾ വാടാതിരിക്കാൻ, കരിയാതിരിക്കാൻ നമുക്ക് കൊട നിവർത്തി തരേണ്ടവർ, നമുക്ക് ദിക്ർ ചൊല്ലി തരേണ്ടവർ, മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തി തരേണ്ട ആളുകൾ, അവരെ നമ്മുടെ കൂടെ കൂട്ടണം. ആ മക്കളെ മെമ്പർഷിപ്പ് എടുപ്പിക്കണം. അപ്പൊ ISM അങ്ങ് മെമ്പർഷിപ്പ് എടുപ്പിച്ച എല്ലാം ആയോ എന്ന് ചോദിച്ചാൽ അതില്ല. മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനാണ്, ബന്ധപ്പെടുത്തി വെക്കാൻ. അവർക്കിപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയാ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴും MGM മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടാകും, ഈ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ടാകും. എടുക്കാത്തവരെന്ന് ഞാൻ പറയില്ല, പക്ഷേ എടുക്കണം. MGM മെമ്പർഷിപ്പ് എടുക്കണം. എല്ലാവരും പല നിലക്കുള്ള തിരക്കും ബഹളവും ഒക്കെ ഉള്ള ആളുകളാ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈ കാലത്ത് നിങ്ങൾ മരിക്കും മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ത്യാഗത്തിന്റെ, ധർമ്മത്തിന്റെ, ജിഹാദിന്റെ, ദഅവത്തിന്റെ പാത ഏതാ പാത? നിങ്ങൾ MGM അല്ല. MGM ഇന്ന് സമൃദ്ധമായി, സംഭവ ബഹുലം, ഇവന്റ്ഫുൾ ആണ്. വെറുതെ പറയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം MGM സഹോദരിമാർ ദീൻ പഠിക്കാൻ ഒത്തുകൂടുന്നു. ഖുർആന്റെ പേരിലും ഹദീസിന്റെ തണലിലും ഇതുപോലെ സംഗമങ്ങൾക്ക് നടുവിലും ഒത്തുകൂടുന്നു. ഞാൻ ചോദിക്കുക, ഇതല്ലാത്ത ദീൻ ഏതാ നമുക്ക് നടത്താൻ? ഇതല്ലാത്ത ജിഹാദ് ഏതാ നമുക്ക് ചെയ്യാൻ? നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ വിധിക്കപ്പെട്ട ജിഹാദ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇദാ തബായഅതും ബിൽ ഈന വറളീതും ബിസ്സർഅ വതബിഅതും അദ്നാബൽ ബഖർ വതറക്തും ജിഹാദക്കും സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉഹു ഹത്താ തഊദു ഇലാ ദീനിക്കും. റസൂൽ പറയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള വിധത്തിലൊക്കെ ജീവിക്കാം, സുഖമുള്ള ഭക്ഷണം കഴിക്കാം, സന്തോഷമുള്ള വസ്ത്രം ധരിക്കാം, നല്ല വീട് നിർമ്മിച്ച് അവിടെ പാർക്കാം, നല്ല വാഹനം വാങ്ങി അത് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഒരു കുഴപ്പമോ ഒരു തടസ്സവും അള്ളാഹുവിന്റെ ദീനിലില്ല. പക്ഷെ റസൂൽ പറയുന്നുണ്ട്, ഇദാ തബായഅതും ബിൽ ഈന, മുന്തിയ വസ്തുക്കളുടെ കച്ചവടമൊക്കെ നിങ്ങൾ തമ്മിൽ നടത്തുന്നുണ്ടാകുമല്ലോ, നടത്തിക്കോളൂ. വറളീതും ബിസ്സർഅ, ജീവിച്ചു പോകാൻ പലതരത്തിലും നാനാവിധത്തിലുമുള്ള കൃഷി
നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതും നടത്തിക്കോളൂ. വത്തബിഅത്തും ബക്കർ, വീട്ടിൽ ആടിനെയും പോത്തിനെയും പശുവിനെയും ഒക്കെ വളർത്തുന്നില്ലേ ഒരു സന്തോഷത്തിന്, ചിലപ്പോൾ ഒരു വരുമാനത്തിന്, ശരി, അതും ചെയ്തോളൂ. വതറക്തും, പക്ഷെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് എന്താ? ജിഹാദക്കും, ഈ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഉതകുന്ന, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ സഹായിക്കുന്ന, അവനെ പൊരുത്തപ്പെടുവിക്കാൻ സഹായിക്കുന്ന ജിഹാദാണല്ലോ, ഈ ദീനിന്റെ ജിഹാദാണല്ലോ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. ബാക്കിയൊക്കെ വേണം, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാകട്ടെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, അള്ളാഹു നിങ്ങൾക്ക് ഒരു തരം അപമാനം, ഒരു നാണക്കേട്, ഒരു മാനഹാനി അള്ളാഹു നിങ്ങൾക്ക് വരുത്തി വെക്കും. ലാ യൻസിഉഹു ഹത്താ തഊദു ഇലാ ദീനിക്കും, യഥാർത്ഥത്തിലുള്ള ദീനും ഈ ദീനിന്റെ ആദർശവും എന്തെന്നാണോ നമ്മോട് പറയുന്നത് അതിലേക്ക് ഇനിയും തിരിച്ചു വരുന്ന നിമിഷം വരെ തീർച്ചയായും ആ അപമാനം എത്ര ശക്തിയുള്ള സോപ്പിട്ട് കഴുകിയാലും പോവില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം വരാൻ നോക്കൂ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാരാണെന്നറിയോ നിങ്ങൾക്ക്? ഈ സദസ്സൊന്ന് ഒന്നായി മറുപടി പറയാമോ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാരാ? മുവഹിദുകളാണ്. ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നവരാരാ? മുവഹിദുകളാണ്. ഏറ്റവും കൂടുതൽ സാന്ത്വനം, സ്വയം ഒരു നമ്മൾ പറയല്ല, ഒരു ആശ്വാസം, എന്ത് അസുഖം വരുമ്പോഴും, എന്ത് പ്രയാസം വരുമ്പോഴും, എവിടെയെങ്കിലും ബാത്റൂമിൽ വീഴുമ്പോഴും, സാരി തടഞ്ഞ് പർദ്ദ തടഞ്ഞ് വീഴുമ്പോ, മക്കൾക്ക് പരിക്ക് പറ്റുമ്പോ, ഭർത്താവ് മരിക്കുമ്പോ, അവിടെയൊക്കെ ആശ്വാസത്തിന്റെ തുരുത്ത് പണിയുന്നവര് മുവഹിദുകളാണ്. അതെന്താ? എന്തിന്റെ ബലത്തിൽ? എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. എല്ലാം അള്ളാഹുവിന്റെ വിധിയാ. ഇപ്പോ ഭർത്താക്കന്മാർ മരിച്ചുപോയ സഹോദരിമാർ ആരെങ്കിലും ഒക്കെ ഈ സദസ്സിൽ ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ അവരുടെ സമാധാനത്തിന്റെ ഒരു ബലം? എന്താ അവർ സമാധാനിക്കണത്? എന്ത് കണ്ടിട്ടാ അവർ സമാധാനിക്കുന്നത്? ഈ തൗഹീദ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മക്കളെയും ഈ രംഗത്ത് കൂട്ടേണ്ടതുണ്ട്. പണ്ട് കാലത്ത് പെണ്ണിന് വിലയില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഖുർആൻ അവതരിച്ചത്. അത് എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് കരുതരുത് കേട്ടോ. റസൂലുള്ളാഹിക്ക് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അക്കാലത്തുണ്ടായിരുന്ന മുഴുവൻ ഗോത്രങ്ങളും ഈ രീതിയിലായിരുന്നു എന്ന് കരുതരുത്. അത് തെറ്റിദ്ധാരണയാണ്. ഏതിരി പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്നു. എല്ലാവരും പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയാൽ പിന്നെ അവിടെ പെണ്ണുങ്ങൾ എങ്ങനെ ബാക്കിയായി? അങ്ങനെയില്ല. എല്ലാവരും പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയിരുന്നില്ല. ചില പ്രത്യേക ഗോത്രങ്ങൾ, ചില പ്രത്യേക തെറ്റിദ്ധാരണകളിൽ, അന്ധവിശ്വാസങ്ങളിൽ പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയിരുന്നു. അതിന്ന് ആ കുഴിച്ചു മൂടൽ പ്രസ്ഥാനം അവസാനിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ മതമാണ് ഇസ്ലാം. ഇനി പെണ്ണിനെ കുഴിച്ചു മൂടരുത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകൊടികൾ വൈദൽ മൗഊദത്തു സുഇലത്, അവരോടൊക്കെ പടച്ചൻ ചോദിക്കും, എന്തിനാ മോളെ എന്ത് അപരാധവും തെറ്റും ചെയ്തിട്ടാണ് കുഞ്ഞെ നിന്റെ വാപ്പ കൊന്നത്? ചിലപ്പോൾ ഉമ്മയും കൂടെ കൊല്ലുമായിരിക്കും. വാപ്പയും ഉമ്മയും കൂടെ കൊല്ലുന്ന കാലത്ത് അങ്ങനെ പെണ്ണിനെ കൊല്ലരുത്, പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അസ്തിത്വവും അന്തസ്സും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ ദീനിലാണ് ഞാനും നിങ്ങളും അണിനിരന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ ഫസ്തജാബ ലഹും റബ്ബുഹും, റബ്ബ് നമ്മുടെ ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം തരും. അള്ളാഹു ഉത്തരം തരുന്നത് എങ്ങനെയാണെന്നറിയോ? അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും. ആണ് പെണ്ണ് എന്ന വിവേചനം സൗകര്യാർത്ഥം മാത്രമാണ്. വീട്ടിൽ ഒരു വാഹനത്തിന് ഒരു ഡ്രൈവറല്ലേ പാടുള്ളൂ, അത് ശരിയാ, ഒരു ഡ്രൈവറെ പാടുള്ളൂ. പക്ഷെ കണ്ടക്ടർ ഇല്ലാതെ ബസ് ഓടിക്കലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ വ്യത്യസ്തമെങ്കിലും ചുമതലകളുണ്ട്. അതാ കുടുംബത്തിന്റെ ചുറ്റുപാട്. ഏതായിരുന്നാലും അങ്ങനെ വരുമ്പോ ആ വ്യത്യസ്ത സാധ്യതകളെ കണ്ടുകൊണ്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലാ ബാധ്യതകൾ നിശ്ചയിച്ചത്. ആണിന്റെ ബാധ്യതയല്ല പെണ്ണിനുള്ളത്, ആണിന്റെ കൈക്കരുത്തില്ല പെണ്ണിന്. അതുകൊണ്ട് കൈക്കരുത്ത് ആവശ്യമുള്ളയിടത്ത് ഒരു കല്ലിങ്ങോട്ട് മാറ്റിയിടണം. അതിന് ആണ് ചിലപ്പോൾ വരും. പക്ഷേ ഒരു എഴുത്ത്, ഒരു ലേഖനം എഴുതണം, ഒരു സംസാരം കൊണ്ട് ഒരാളുടെ മനസ്സ് മാറ്റണം, ഒരാളുടെ ശിർക്ക് തിരുത്തണം, ഒരാളെ ജാറത്തിരിഞ്ഞ് പോകാതാക്കണം എങ്കിൽ അതിന് പെണ്ണിന് കഴിയും. ഒരുപക്ഷെ പെണ്ണിനാണ് അതിന് കൂടുതൽ നന്നായി കഴിയുക. അമല ആമിലിൻ മിൻകും, ഒരമലും ഞാൻ പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരെന്ത് ചെയ്താലും ശരി. എന്നിട്ട് പറയാണ് മിൻ ദക്കരിൻ ഔ ഉൻസ, അതിലാണ് പെണ്ണെന്ന ഭേദമില്ല. ഖുർആൻ പറയാം മിൻ ദക്കരിൻ ഔ ഉൻസ, ആണ് ചെയ്യട്ടെ, ആണ് വാള് പറയട്ടെ, അങ്ങനെയില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, ആണ് പെണ്ണെന്ന വ്യത്യാസമില്ലാതെ നാം ആരുടെയും അമലുകൾ പാഴാക്കാതെ കാത്തുവെക്കും സ്വർഗത്തിൽ. അവർക്ക് വേണ്ടി കരുതൽ ധനമായി കാത്തുവെക്കും. എന്താണെന്നറിയോ? ബഅദുക്കും മിൻ ബഅദിൻ, നിങ്ങൾ പരസ്പരം ബന്ധമുള്ളവരാണ്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദിൻ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ള ആണുങ്ങൾ, ഈമാനുള്ള സ്ത്രീകൾ, അവർ പരസ്പരം
ബന്ധമുള്ളവരാണ്. ഈ പരസ്പര ബന്ധം ആദർശത്തിന്റെ പേരിലാണ്, തൗഹീദിന്റെ കൊടിത്തണലിലാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനി നോക്കൂ, ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ത്യാഗം ചെയ്തവരായി എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് എൻ്റെ ചരിത്ര വായനയിൽ പരിചയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് പേര് പറയാം. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹിനേക്കാൾ മൂത്തതല്ലേ, റസൂലുള്ളാഹിനേക്കാൾ പണക്കാരിയല്ലേ, വർത്തക പ്രമാണിയല്ലേ, ആണ്. കച്ചവടക്കാരിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം മക്കത്ത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്നു. അപ്പൊ തനിക്കുണ്ടായിരുന്ന സ്വാധീനവും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും പടച്ച തമ്പുരാന് സമർപ്പിച്ച ഒരു മഹദീരത്നം അതായിരുന്നു ഖദീജ. നോക്കൂ നിങ്ങൾ, എത്രയോ നാടുകളിൽ, അത് ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, എത്രയോ പ്രദേശങ്ങളിൽ, എത്രയോ മഹല്ലുകളിൽ പള്ളി പണിയാൻ വഖഫ് ചെയ്യുന്നത് പണ്ടൊക്കെ സ്ത്രീകളായിരുന്നു. എന്താ, അവർക്ക് വീട്ടു ചെലവിന് കാശെടുക്കണ്ടല്ലോ. എത്ര കാശുണ്ടെങ്കിലും കൊടുക്കണ്ട, അല്ല കൊടുക്കണ്ട, അങ്ങനെ പറഞ്ഞല്ല, എത്ര കാശുണ്ടെങ്കിലും ഭർത്താവ് എടുത്തോളണം എന്നാണ്. സന്തോഷത്തോടു കൂടി നിർബന്ധിക്കൊന്നും ചെയ്യാതെ, എൻ്റെ ആൾക്ക്, എൻ്റെ ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അതെടുക്കാൻ, അത് അനുഭവിക്കാൻ, അത് ഉപയോഗിക്കാൻ ആണിന് അവകാശമുണ്ട് എന്നല്ലാതെ എടുത്തോളണം എന്നില്ല, കൊടുത്തോളണം എന്നുമില്ല. എന്നാൽ അങ്ങനെയുള്ള പണമൊക്കെ വഖഫ് ചെയ്യാനൊക്കെ സ്ത്രീകൾ തയ്യാറായിരുന്നു. മലപ്പുറം ജില്ലയിൽ അങ്ങനെയുള്ള വഖഫ് ചെയ്ത സ്ഥലത്ത് പള്ളി നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ വഖഫ് ചെയ്ത സ്ഥലത്ത് യതീംഖാന നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ വഖഫ് ചെയ്ത സ്ഥലത്ത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത്, ഇതെല്ലാത്തിന്റെ പിറകിലും ആശയത്തിന്റെ ഒരു ബലം ഉണ്ടാകും. ഈ വഖഫ് പാഴാവില്ലെന്നും ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ദഖീറത്താണ്, ഒരു കരുതൽ ധനമാണെന്നുള്ള ഒരു ബോധ്യം, ഒരു ഉറപ്പ് ആ സ്ത്രീക്കുണ്ടാകണം. ഖദീജക്ക് അതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ റസൂലുള്ളാഹിക്ക് രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നിങ്ങൾക്കറിയുമല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ ജീവന്റെ ജീവനായിരുന്നു റസൂലുള്ളാഹിക്ക്. അങ്ങനെ ഒരാണിന് ഒരു പെണ്ണിനെ നോക്കണം. ഈ ആണുങ്ങൾ പാവങ്ങളാ, ക്ഷമിക്കണം കേട്ടോ, ആണുങ്ങൾ പാവങ്ങളാ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണില്ലാതെ ഒരു അടി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്റെയൊക്കെ കാര്യം തന്നെ മഹാകഷ്ട. എൻ്റെ കാര്യം തന്നെ മഹാകഷ്ടാണെന്ന് ഞാൻ പറഞ്ഞത് വേറെ ആരോടും പറയണ്ട കേട്ടാ. പക്ഷേ സത്യം അതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നിസ്സഹായരാ ആണുങ്ങൾ ഈ വർത്താനവും ഈ യാത്രയും ഈ വേഷം കെട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും നിർവഹിക്കാനുള്ള കരുത്ത് അല്ലാഹു കൊടുത്തത് സ്ത്രീകൾക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അത്തരം ഒരു മഹദിയായിരുന്നു. ഓർത്തെടുക്കുക, ആദർശം കൊണ്ട് ഈ ലോകത്തിന്റെ ഗതിയെ മാറ്റാൻ കഴിയുമായിരുന്ന ഒരു സഹോദരിയാണവർ. ഉമ്മു വറക്ക ഖല്ലാദ്. അറിയോ ഉമ്മു വറക്ക ഖല്ലാദ് ആരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഉമ്മു വറക്ക ഇൽമ കൊണ്ട് നോക്കണം നിങ്ങൾ. 3 കാര്യങ്ങൾ പ്രത്യേകം ചരിത്രം അവരെ കുറിച്ച് എടുത്തു പറഞ്ഞു. 1 അവരുടെ ഇൽമ്, 2 അവരുടെ ഇബാദത്ത്, 3 ഹുബ്ബുൽ ജിഹാദ്. അൽ ഇൽമു വൽ ഇബാദത്തു വഹുബ്ബുൽ ജിഹാദ്. ജിഹാദിനോടുള്ള അവരുടെ ദാഹം, അവരുടെ പ്രിയം, അവരുടെ ഇഷ്ടം ജിഹാദ് ചെയ്യാനുള്ള. അങ്ങനെ തന്നെ റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ, എന്തൊരു ആലിമാണ്, എന്തൊരു വിവരാണ് ഈ സ്ത്രീക്ക്. ഇത് റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലത്താണ്. റസൂലുള്ളാഹി അവരുടെ വീട് സന്ദർശിക്കുമായിരുന്നു, സ്വഹാബികളെ കൂട്ടി അവരുടെ വീട് സിയാറത്ത് ചെയ്യുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി അവരോട് ഒരു ദിവസം പറഞ്ഞു, ഈ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കണം കേട്ടോ. എന്നിട്ട് ഒരാള് മുഅദ്ദിൻ വീട്ടിൽ ബാങ്ക് കൊടുക്കാൻ ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു റസൂലുള്ളാഹി. ആലോചിച്ച് നോക്കണം, അവരുടെ പേരാ ഉമ്മു വറക്ക. എന്നിട്ട് അവര് പറയുന്നുണ്ട് ഒരു ദിവസം അള്ളാഹുവിൻ റസൂലിനോട്, അള്ളാഹുവിൻ റസൂലെ, രക്തസാക്ഷിത്വം കിട്ടാൻ വല്ല വഴിയുണ്ടോ? രക്തസാക്ഷിത്വം കിട്ടാൻ വല്ല വഴിയുണ്ടോ? റസൂൽ എന്ന് പറഞ്ഞു, വഴിയുണ്ട്. വല്ലാഹു യർസുഖുകി ഷഹാദ ഫീ ബൈതിക്. നിനക്ക് നിന്റെ വീട്ടിൽ വെച്ച് അള്ളാഹു രക്തസാക്ഷിത്വം തരും, നീ യുദ്ധത്തിന് പോയില്ലെങ്കിലും. നോക്കണം, അങ്ങനെ ആ സ്ത്രീ അവസാന കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്ന കാലത്ത്, ഒരു ജാരിയത്തും ഒരു ഗുലാമും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ഒരു കൈസഹായം എന്നൊക്കെ പറയില്ലേ, 2 വേലക്കാർ ഉണ്ടായിരുന്നു. ആ വേലക്കാര് അവരുടെ സാന്നിധ്യത്തിൽ അവര് പാർക്കുന്ന വീട്ടിൽ വെച്ച് ഒരു ദിവസം രാത്രി ഈ വേലക്കാരി പെണ്ണും ചെറുക്കനും കൂടി ഗൂഢാലോചന നടത്തി അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹിയുടെ കാലത്താ, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് റസൂലുള്ളാഹി മദ്ഹ് ചെയ്ത് വാനോളം വാഴ്ത്തി പറഞ്ഞ പെൺകൊടി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ഇപ്പോഴും ഉണ്ടല്ലോ ഈ അണ്ണാച്ചിമാര് ഒക്കെ പണിയെടുക്കണോടുത്ത് ഈ പിന്നെ വീട്ടുകാരികളെ കൊല്ലലും അങ്ങനെ കൊന്നു. മഖ്നൂഖത്തായിട്ട് ശ്വാസം മുട്ടിയിട്ട് അവർ മരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നേരം വെളുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ
ഉമ്മു വറക്കയുടെ ഖുർആൻ പാരായണം കേട്ടില്ലല്ലോ. ഹാഫിളത്താണ് അവർ, ഖുർആൻ മനഃപ്പാടമാക്കിയ സ്ത്രീയാണ് അവർ. ഭയങ്കര ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അന്നത്തെ പ്രധാന ജിഹാദ്. അവർക്ക് ദഅവത്ത് അത്രയേറെ ഇഷ്ടമാണ് അവർക്ക്. ആർക്ക്? ഉമ്മു വറക്ക ഖല്ലാദ് എന്ന് പറയുന്ന ആ സ്ത്രീക്ക്. ഇന്ന് അവരുടെ ഓത്ത് ഞാൻ കേട്ടില്ലല്ലോ, അതെന്താണാവോ? വീട്ടിൽ പോയി ഉമർ റളിയല്ലാഹു നേരിട്ട് സന്ദർശനം നടത്തുമ്പോഴാണ് അവർ മരിച്ചു കിടക്കുന്നത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, എത്ര സത്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വെച്ച വാക്കുകൾ, എത്ര അർത്ഥപൂർണമാണ്. വീട്ടിൽ രക്തസാക്ഷിത്വം കൊടുത്തു. ഷഹീദ ഉമ്മു വറക്ക എന്നാണ് കേട്ടോ ചരിത്രത്തിൽ അവരുടെ പേര്. സ്വഹാബിമാർ വിളിച്ചിരുന്നത് ഷഹീദ എന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ള വിളിച്ചത് ഷഹീദ എന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ള ആ സഹോദരിയെ വിളിക്കുമായിരുന്നത് ഷഹീദ ഉമ്മു വറക്ക എന്നാണ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ബഹുമതി നേരത്തെ പകത്ത് കിട്ടിയ വനിത എന്ന് പറയാം. അത്ര വലുതായിരുന്നു അവരുടെ ത്യാഗം എന്ന് പറയുന്നത്. അസ്മാ ബിന്തു അബീ ബക്കറോ ദാത്തുന്നിതാഖൈനി, അസ്മാ ബിന്തു അബീ ബക്കറിനെ കുറിച്ചൊരു വാചകം പറയാതെ പറ്റില്ല. എന്താണെന്നറിയോ? അബൂജഹൽ എത്ര അടി അവരെ അടിച്ചു. അവസാനം അവരുടെ ഈ ആ കമ്മല് പൊട്ടിത്തെറിച്ച് അത് തെറിച്ചു പോയി. പറഞ്ഞോ? അവര് പറഞ്ഞില്ല. എന്ത്? എന്റെ വാപ്പയും അബൂബക്കറും എന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലും ഗാറു സൗറിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം അറിയാമായിരുന്നിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങൾ: നേരാനേരം ആഹാരം എത്തിക്കും, ആ ആഹാരത്തിന്റെ തുണിക്കെട്ട് പൊതിയാൻ ഉണ്ടായിരുന്ന തട്ടത്തിന്റെ വക്ക് കീറിയതാണ് നിതാഖ്. അത് 2 വട്ടം കീറി, അതാണ് ദാത്തു നിതാഖൈനി എന്ന പേരിന് അവർക്ക് അർഹത കിട്ടിയത്. ആരാ അത്? അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്ത പെണ്ണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചവർ. ആരാ അത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഓമന മകൾ. എന്താ നടന്നത്? അബൂജഹൽ തല്ലി. എല്ലാരെയും തല്ലാൻ അധികാരമുള്ള, നേരത്തെ പറഞ്ഞ സുമയ്യയെ കൊന്ന അബൂജഹൽ അസ്മാ ബിന്തു അബീ ബക്കറിനെ തല്ലി. പക്ഷേ അവസാനം വരെ നീ പറയും, നിനക്കറിയാം മുഹമ്മദ് എവിടെയുണ്ട്, അബൂബക്കർ നിന്റെ ഉപ്പ എവിടെയുണ്ട് എന്ന് പറഞ്ഞില്ല. അതല്ലാത്ത എല്ലാം പറഞ്ഞു, ബാക്കിയൊന്നും ഇത് പറഞ്ഞില്ല. അതാണ് അസ്മാ ബിന്തു അബീ ബക്കറിന്റെ ചരിത്രം. ആണുങ്ങളാണെങ്കിൽ തല്ലുകൊണ്ടാ പറയും. ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസം പോലീസ് ഈ തള്ളവരലിന്റെ ഉള്ളിൽ കൂടി പച്ചയിറക്കി കയറ്റിയാലേ എല്ലാം പറയും, കക്കാത്ത കളവടക്കം സമ്മതിക്കും, നടത്താത്ത കളവടക്കം സമ്മതിക്കും. പക്ഷേ അസ്മാ ബിന്തു അബീ ബക്കർ സമ്മതിച്ചില്ല. അതുകൊണ്ടാ ആ ഹിജ്റ വിജയിച്ചത്. അതുകൊണ്ടാ റസൂലുള്ളാഹിയുടെ പലായനം പരാജയപ്പെടാതെ അത് മദീനയിൽ എത്തിച്ചേർന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ എല്ലാ സന്ദിഗ്ധ ഘട്ടങ്ങളിലൊക്കെ സ്ത്രീയുടെ ഒരു കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പോട്ടെ, ഖുർആൻ വാഴ്ത്തി പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതാരാ? പറയ്. അതെ, ഇനി ആരാ? ഒരാളും കൂടി ഉണ്ടല്ലോ, ആസിയ റളിയല്ലാഹു അൻഹ. നോക്കണം, എന്താ ആസിയ റളിയല്ലാഹു? ഈ ആസിയ നോക്കണം. ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എൻ്റെ സഹോദരിമാരാ. ഈ സഹോദരിമാരുടെ മനസ്സിൽ ഇപ്പൊ വരുന്ന ചിന്തയെ നിങ്ങളൊന്ന് വിചാരണ ചെയ്യണം. നമുക്ക് നല്ല കഴിവുണ്ടാകുമെങ്കിൽ, കൊട്ടാര സമാനമായ വീടും ആഡംബരപൂർണമായ ജീവിതവും ലഭിക്കുമെങ്കിൽ ദീനുപേക്ഷിക്കാൻ തയ്യാറുള്ള ആളുകളായി സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണെന്ന് ആലോചിക്കണം. കൊട്ടാരം സമാനമല്ല, അക്ഷരാർത്ഥത്തിൽ കൊട്ടാരം. അതാ തൻ്റെ ഭർത്താവിനുള്ളത്, അക്ഷരാർത്ഥത്തിൽ കൊട്ടാരം. കാരണം ഫറോവ എന്ന രാജാവാണ് തൻ്റെ ഭർത്താവ്. അയാളുടെ എല്ലാ പീഡനങ്ങൾക്കും നടുവിൽ അവർ ജീവിക്കുന്നു. രഹസ്യമായി ഈമാൻ, സത്യവിശ്വാസം സ്വീകരിച്ച ആസിയ റളിയല്ലാഹു അൻഹ എത്രയോ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു ആ കൊട്ടാരത്തിൽ. എല്ലാ ആഡംബരങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ മിതമായ ആഹാരം കഴിച്ച്, മിതമായ വസ്ത്രം ധരിച്ച്, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രഹസ്യ ജീവിതം നയിച്ച് ജീവിച്ച ആസിയയുടെ കരള് ഉലയ്ക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന ആ പ്രാർത്ഥന മാത്രം മതി ഈ ലോകത്തിന് ലോകാവസാനം വരെ ആണുങ്ങൾക്ക് മാതൃകയാകുവാൻ. ഖുർആൻ പറഞ്ഞതേ പെണ്ണുങ്ങൾക്ക് മാതൃകയാണ് കേട്ടോ എന്നല്ല. ലറബല്ലാഹു മസലൻ, എന്താ? ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിറഔന്റെ ഭാര്യ അബൂബക്കർ റളിയല്ലാഹുവിന് മാതൃകയാണ്, ഉമറിന് മാതൃകയാണ്. ഞാൻ പറഞ്ഞത് ഒരു സഹോദരിയുടെ കാര്യം. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ കൊട്ടാരമൊന്നും എനിക്ക് വേണ്ട. നിന്റെ സവിധത്തിൽ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു കൊച്ചു വീട് നീ പണിത് തരുമോ? എനിക്കൊരു വീട് തരുമോ? എങ്കിൽ എനിക്ക് ഈ കൊട്ടാരം വേണ്ട.
എനിക്കൊരു വീട് തരുമോ, എന്നാൽ എനിക്ക് ഈ കൊട്ടാരം വേണ്ട. ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ സാധിക്കുമോ നമുക്ക്? എനിക്ക് പറ്റിയേക്കില്ല എന്ന് ഞാൻ പേടിക്കുന്നു, എനിക്ക് പറ്റിയേക്കില്ല എന്ന് ഞാൻ ആശങ്കിക്കുന്നു. എനിക്ക് റബ്ബേ, എനിക്ക് ഈ വലിയ വീടും സൗകര്യവും സ്വാധീനവും ഈ പ്രശസ്തിയും കീർത്തിയും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് തരുമോ, എനിക്കത് മതി. എന്നിട്ട് ഈ ഫിറഔന്റെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ ദുനിയാവിലും എന്നെ നീ രക്ഷിക്കണം, പരലോകത്ത് റബ്ബേ നീ എന്നെ കാത്തുവെക്കണം, എനിക്ക് വേണ്ടി സ്വർഗവും കാത്തുവെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആസിയ റളിയല്ലാഹു അൻഹയെ കവച്ചു വെക്കാവുന്ന ത്യാഗം ആരാ ചെയ്തത്? അത് ഈ ലോകത്ത് വിശ്വാസികൾക്ക് രണ്ട് മാതൃക പറഞ്ഞത് രണ്ടും സ്ത്രീകളാ, മാതൃത്വമാണ്. ചെറിയ കാര്യമല്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒരുപാട് ഇനി സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ വലിയ കരുതൽ ഇസ്ലാമിനുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതേസമയം ഏത് ജീവിത സാഹചര്യത്തിൽ കഴിയുന്നവരെയും നേരിട്ട് കണ്ട് ദഅവത്ത് നടത്താനും തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനും എന്നിട്ട് ജാറങ്ങളിൽ നിന്ന് അവരെ വിടുവിപ്പിക്കാനും അവരുടെ ഹൃദയബന്ധത്തെ തൗഹീദിലേക്ക് അടുപ്പിക്കുവാനുമുള്ള ശ്രമം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നടത്തണം. പ്രസംഗമല്ല പ്രധാനം, വഅദ് കേൾക്കലല്ല വിഷയം, ഇതൊന്നുമല്ല കാര്യം. ഈ ദുനിയാവ് അവസാനിക്കും. ഞാനും നിങ്ങൾ ഓർക്കാത്ത ഒരു നേരത്ത് ഈ ജീവിതത്തിന്റെ വിരാമം കുറിച്ചുകൊണ്ട് അല്ലാഹു അവസാനത്തെ ശ്വാസം എടുപ്പിക്കും. അവസാനത്തെ ശ്വാസം എടുക്കാൻ സാഹചര്യമില്ലാത്ത സ്ഥിതിയും അള്ളാഹു വരുത്തി വെക്കും. അപ്പം എന്ത് ചെയ്യും? അതാണ് മരണം. ആ മരണസമയത്ത് ആശ്വാസമായി മനസ്സിൽ സൂക്ഷിക്കുവാൻ തൗഹീദിന്റെ വിശ്വാസ ജ്വാലയ്ക്ക് പുറമെ ജിഹാദിന്റെ ദഅവത്തിന്റെ വലിയൊരു പ്രവർത്തന പ്രപഞ്ചവും കൂടി നിങ്ങൾ ഉണ്ടാക്കി വെക്കണം പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ആണുങ്ങൾക്ക് മാതൃകയാകേണ്ടവർ, നിങ്ങൾ ഞങ്ങൾക്ക് മാതൃകയായി ഖുർആൻ വാഴ്ത്തി പറഞ്ഞവർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തൗഹീദും അതിൻ്റെ അതിൻ്റെ ചിറകിൻ്റെ താഴെ ഈ തണല് പറ്റിയുള്ള ജീവിതവും എന്തൊരു സന്തോഷമുള്ള ജീവിതമാണ്. നമ്മുടെ ഭർത്താക്കന്മാർ ഈ തൗഹീദിലേക്ക് ഇനിയും വന്ന് അണഞ്ഞിട്ടില്ലെങ്കിൽ അവരെ വരുത്താൻ ശ്രമിക്കണം പ്രാർത്ഥനയോടുകൂടി. കാരണം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ജീവിച്ച് മരിച്ചുപോയ ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിസ്കരിക്കാത്ത, തൗഹീദ് സ്വീകരിക്കാത്ത, ഇസ്ലാമല്ലാത്ത നിരീശ്വരവാദിയായ ഒരു ഭർത്താവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുജൂദിൽ കിടന്ന് പോലും പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അപ്പൊ അങ്ങനെ സുജൂദിൽ പോകുമ്പോൾ ഭാര്യയുടെ കഴുത്തിന് കുഞ്ചിക്ക് ഇങ്ങനെ അമർത്തി പിടിക്കും ഡോക്ടർ ഉസ്മാൻ, അമർത്തി പിടിക്കും. എന്നിട്ട് നിസ്കരിക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. നിസ്കരിക്കണം എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അതിന്റെ പൊരുൾ. അങ്ങനെ നിസ്കരിക്കണ ഭാര്യയെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിക്കും സുജൂദിൽ. അങ്ങനെ അപ്പോഴും അവർ കണ്ണീരണിഞ്ഞ് റബ്ബിനോട് നടത്തിയ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു എന്നറിയോ? പെണ്ണ് പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കും പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത് നെഞ്ചുരുക്കി നടത്തുന്ന ആ പ്രാർത്ഥന അള്ളാഹു തട്ടാൻ അള്ളാഹു തയ്യാറാവില്ല. എന്താ പ്രാർത്ഥന എന്നാ? എൻ്റെ ഭർത്താവിന് ഹിദായത്ത് കാണിച്ചു കൊടുക്കണമെന്ന്. അവര് ഹിദായത്തിലേക്ക് വന്നു, അവർ മുവഹിദായി, അവർ വലിയ പ്രബോധകനായി. മഹാപ്രബോധക പ്രസ്ഥാനമായ ഈ KNM സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഡോക്ടർ ഉസ്മാൻ റഹിമഹുല്ലാ എന്ന മഹാനുഭാവൻ നമുക്ക് മാതൃകയായി കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് നമുക്ക് മുമ്പിൽ മരിച്ചുപോയ ഒരു മഹാവ്യക്തിത്വം. പ്രിയപ്പെട്ടവരെ, അതും നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞാനിത് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വയം നന്നാക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തെ നന്നാക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം ആവുന്നത്ര നടത്തുവാനും മറന്നു പോകരുത് തിരക്കിനിടയിൽ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. മക്കളെ കൂടെ കൂട്ടണം എന്ന് പറയാൻ. ജന്നാത്തിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. നമുക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? സ്വർഗത്തിൽ വിശ്വാസികൾ കടന്നു പോകും. ഖുർആൻ പറയാ ജന്നാത്തിൻ യദ്ഖുലൂനഹ, വരിവരിയായി സ്വർഗത്തിലേക്ക് കടന്നു പോകും. അവർ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ ഉമ്മയും കൂടെ ഉണ്ടാകും, അവരുടെ വാപ്പ ഉണ്ടാകും, അവരുടെ ഉപ്പാപ്പ ഉണ്ടാകും, അവരുടെ വെല്ലുപ്പ ഉണ്ടാകും, വെല്ലുമ്മ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. വഅസ്വാജിഹിം, ജീവിത പങ്കാളികളായി താൻ പെറ്റ മക്കൾക്ക് ജന്മം നൽകാൻ തനിക്കൊപ്പം ജീവിച്ച് തീർത്ത ആ ഭർത്തൃജന്മവും ഭർത്താവും നമുക്കൊപ്പം ഉണ്ടാകും. അതുപോലെ വദുരിയാതിഹിം, നമ്മുടെ മക്കൾ. അങ്ങനെ മക്കളും ഭർത്താവും ഉമ്മയും ഭാര്യയും വെല്ലുപ്പയും ഒക്കെയായി സ്വർഗത്തിലേക്ക് അങ്ങനെ ഒരുമിച്ച് നടന്നു പോകുന്ന കാഴ്ച സ്വപ്നം കണ്ടുകൊണ്ട് നാം ഈ യോഗത്തിൽ നിന്ന് പിരിയുമ്പോൾ അത് പറയുമ്പോൾ അത് കരുതണം മനസ്സിലെപ്പോഴും, പ്രാർത്ഥിക്കണം അതിനു വേണ്ടി എപ്പോഴും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.